Hi dears, welcome to EdDream Online Video Class. Today we are discussing BCOS 185 Entrepreneurship. Its last block 4, Unit 13 Entrepreneurship Development and MSMEs. MSMEs denotes Micro, Small, Medium Enterprises. ഇന്ത്യയെ പോലെയുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രീസിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു സെക്ടറാണ് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഈ സ്ഥാപനങ്ങൾ, അതായത് ഒരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷനെ പോലെയല്ല, ഏത് റൂറൽ ഏരിയയിലും ഓർഗനൈസ് ചെയ്യാനും പ്രവർത്തിക്കാനും കഴിയുന്ന രീതിയിലുള്ള സ്ട്രക്ചറാണ് MSMEയിൽ വരുന്നത്. പിന്നെ MSME എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ GDPയിലേക്ക് ഏകദേശം 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് MSMEകളാണ്. അത്തരം എന്റർപ്രൈസുകളിൽ നിന്നുള്ള പ്രോഡക്ട്സ് ആണ് GDPയുടെ 30% കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഓവറോൾ എക്സ്പോർട്ടിൽ 40% കവർ ചെയ്യുന്നത് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ്. അപ്പോൾ ഒരു ലാർജ് സ്കെയിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ നടത്തുന്ന ഫീൽഡാണ്, അല്ലെങ്കിൽ ഒരു സെക്ടറാണ് MSME എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഓരോ സമയങ്ങളിലും ഇൻഡസ്ട്രിയൽ പോളിസികൾ പാസ്സാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നയങ്ങളാണ് സ്വീകരിക്കാറുള്ളത്. കാരണം അഗ്രികൾച്ചർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ നടത്തുന്ന മേഖലകളാണ് ഈ MSME എന്ന് പറയുന്ന കാറ്റഗറിയും അതുപോലെ തന്നെ നമ്മളുടെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളും. അപ്പോൾ MSME നൽകുന്ന കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ഗവൺമെന്റ് എല്ലായ്പ്പോഴും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നയങ്ങളാണ് ആക്സെപ്റ്റ് ചെയ്യാറുള്ളത്. 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ കൊണ്ടുവന്നപ്പോൾ അതുവരെയും ഇവരുടെ എല്ലാ ഡെവലപ്മെന്റ് വില്ലേജ് ആൻഡ് സ്മാൾ ഇൻഡസ്ട്രീസിന് വേണ്ടിയാണ് കൺസിഡറേഷൻ കൊടുത്തിരുന്നത്, അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ. പിന്നീട് നമ്മൾ ഓരോ ഇൻഡസ്ട്രിയൽ പോളിസീസ് റിന്യൂ ചെയ്തെടുക്കുന്ന സമയത്ത് അഗ്രികൾച്ചറിനും വില്ലേജ് ആൻഡ് സ്മാൾ ഇൻഡസ്ട്രീസിനും അതുപോലെ തന്നെ മീഡിയം എന്റർപ്രൈസസിനെ കൂടെ അതിൽ ചേർത്തുകൊണ്ട് മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള വ്യവസായ നയങ്ങളാണ് ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവരാറുള്ളത്. അപ്പൊ ആ നയങ്ങളിലെല്ലാം ഇവർക്ക് മാക്സിമം ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള പോളിസികൾ, അതായത് ലൈസൻസിങ് സിസ്റ്റത്തിലൊക്കെ ഇളവുകൾ കൊണ്ടുവരിക, ക്യാപിറ്റൽ അസിസ്റ്റൻസിന് വേണ്ട സ്കീമുകൾ കൊണ്ടുവരിക, ക്രെഡിറ്റ് ഗ്യാരണ്ടീസ് കൊടുക്കുക, അവരുടെ ഓരോ പ്രോസസ്സുകൾക്കും വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്ന ഇക്കണോമിക് പോളിസികളാണ് ഇന്ത്യൻ ഗവൺമെന്റ് പാസ്സാക്കുന്നത്. അപ്പൊ എന്താണ് റോൾ ഓഫ് MSME ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ്? നമ്മൾ പറഞ്ഞു സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റിന് ഏറ്റവും ചെറിയ കോസ്റ്റിൽ മാക്സിമം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നൽകുന്ന സെക്ടറാണ്. അപ്പൊ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ആണ് ഇവർ നൽകുന്നത്? ഏറ്റവും ആദ്യമായി പറയുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷൻ തന്നെയാണ്. റിലേറ്റീവ്ലി സ്മാൾ കോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ കൺസേൺസ് ആണ് MSMEയിൽ വരുന്നത്. പക്ഷെ ഇത് ഒരുപാട് റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എംപ്ലോയ്മെന്റ് ജനറേഷനിലൂടെ ആ ഭാഗത്തുള്ള ആളുകൾക്ക് ഒരു തൊഴിൽ ലഭിക്കുന്നു, തൊഴിലുണ്ടാകുന്നതിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാകുന്നതിലൂടെ അവർക്ക് ഒരുപാട് ജീവിത നിലവാരത്തിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, കാരണം എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു, ഇൻകം സോഴ്സായി രൂപീകരിക്കപ്പെടുന്നു, ആളുകളുടെ വരുമാനം കൂടുന്നു, അവരുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് അത് ഓട്ടോമാറ്റിക്കലി ഒരു റീസൺ ആയി മാറുന്നു. അതേപോലെ തന്നെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും MSME ഉപയോഗിക്കുന്നത്. അപ്പോൾ മാക്സിമം ഏറ്റവും നല്ല രീതിയിൽ അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ് പല MSMEകളും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളിലെ വേസ്റ്റേജ് കുറച്ചുകൊണ്ട്, കാരണം ഓരോ ഗ്രാമത്തിലും എന്ന് പറയുന്നത് പോലെ ഒരു ഗ്രാമത്തിൽ തന്നെ എത്രയോ മൈക്രോ എന്റർപ്രൈസസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ വിവിധ സംരംഭങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവിടെ പ്ലെന്റി ആയിട്ടുള്ള ഈസി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾക്ക് കഴിയുന്നു.
ദെൻ അടുത്തതായി പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് ആണ്. ഗ്രാമപ്രദേശങ്ങളിൽ MSMEയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റൂറൽ ഏരിയയിലുള്ള ആളുകൾക്കാണ് കൂടുതൽ ലഭിക്കുന്നത്. കാരണം അർബൻ ഏരിയകളിൽ ഓൾറെഡി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ റൂറൽ ഏരിയയിൽ അങ്ങനെയല്ല. ചെറിയ ചെറിയ സംരംഭങ്ങൾ രൂപീകരിക്കപ്പെട്ട് വേണം അവിടെയുള്ള ആളുകൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ. അപ്പൊ ആ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത് നമ്മളുടെ മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസുകളാണ്. പിന്നെ പറയുന്നത് ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത് ആണ്. ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി വായിക്കാവുന്നതേ ഉള്ളൂ. കാരണം ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അർബൻ ഏരിയയിൽ ഓൾറെഡി അവിടെ എന്റർപ്രൈസുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾ ഉണ്ട്, ആളുകൾക്ക് ഇഷ്ടം പോലെ തൊഴിലവസരങ്ങളുണ്ട്. അവിടെ ഡെവലപ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെയല്ല. അവിടെ പുതിയ പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവിടെയുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അവർക്ക് വരുമാനം ഉണ്ടാകുന്നതും അവരുടെ ജീവിത നിലവാരം ഉയരുന്നതും. അപ്പോൾ അർബൻ ഏരിയയിലെ ഡെവലപ്മെന്റിനോടൊപ്പം ഏകദേശം ഒപ്പം എന്നുള്ള രീതിയിൽ റൂറൽ ഏരിയയിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകാൻ MSME ആണ് സഹായിക്കുന്നത്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും ഏകദേശം ഒരുപോലെ വളർച്ചയുണ്ടാകാൻ നമ്മളുടെ MSME കാറ്റഗറി നമ്മളെ സഹായിക്കുന്നുണ്ട്. മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളുടെ നാഷണല് ഏറ്റവും കൂടുതൽ എക്കണോമിക് ഡെവലപ്മെന്റിന് കോൺട്രിബ്യൂഷൻ നൽകുന്നത് MSME ആണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് 2007 മിനിസ്ട്രി ഓഫ് സ്മാൾ ഇൻഡസ്ട്രീസിനെയും അതുപോലെ മിനിസ്ട്രി ഓഫ് അഗ്രോ ആൻഡ് റൂറൽ ഇൻഡസ്ട്രി, രണ്ട് മിനിസ്ട്രികളെ കമ്പൈൻ ചെയ്തുകൊണ്ട്, നമ്മൾ പറഞ്ഞില്ലേ ആദ്യം വില്ലേജ് ഇൻഡസ്ട്രീസിനും അഗ്രികൾച്ചറിനും ആയിരുന്നു പ്രാധാന്യം. അപ്പൊ ആ വില്ലേജ് ലെവലിലുള്ള മിനിസ്ട്രി ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായങ്ങളെ നിയന്ത്രിച്ചിരുന്ന മിനിസ്ട്രിയും മിനിസ്ട്രി ഓഫ് അഗ്രോ ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസ്, കൃഷി, ഗ്രാമപ്രദേശങ്ങളിലെ കാർഷിക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന മിനിസ്ട്രി, രണ്ടും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ എന്താക്കി മാറ്റി? മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അപ്പൊ രണ്ട് മിനിസ്ട്രിയും കൂടെ ചേർന്ന് ഒന്നായി മാറി മിനിസ്ട്രി ഓഫ് MSME. അപ്പൊ ആദ്യം വില്ലേജ് ഇൻഡസ്ട്രീസിനെ, സ്മാൾ ഇൻഡസ്ട്രീസിനെ നിയന്ത്രിച്ചിരുന്ന മിനിസ്ട്രിയും കാർഷിക മേഖലയെ നിയന്ത്രിച്ചിരുന്ന മിനിസ്ട്രി, കാർഷിക മേഖലയിലെ വ്യവസായ സംരംഭങ്ങളെ നിയന്ത്രിച്ചിരുന്ന മിനിസ്ട്രി, അവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് 2007 മിനിസ്ട്രി ഓഫ് MSME രൂപീകരിക്കപ്പെട്ടത്. അതിന്റെ ശേഷം ആ ഒരു മിനിസ്ട്രി രൂപീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ മേഖലയ്ക്ക് വേണ്ടി പുതിയ പുതിയ നയങ്ങളും അതുപോലെ തന്നെ സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങളും എല്ലാം നമ്മളുടെ മിനിസ്ട്രി പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. ഈ MSME കാറ്റഗറിയെ നിയന്ത്രിക്കുന്നത് ഓരോ സ്റ്റേറ്റിലുമുള്ള ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കൂടുതൽ ഉത്തരവാദിത്തം. പക്ഷെ അവർക്ക് വേണ്ട എല്ലാ പദ്ധതികളുടെയും സപ്പോർട്ട് നൽകുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഈ MSME കാറ്റഗറിയെ നിയന്ത്രിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ വികസനത്തിന് വേണ്ടി 2006 MSME ഡെവലപ്മെന്റ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻസുമായാണ് MSME ഡെവലപ്മെന്റ് ആക്ട് 2006 പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസുകൾ ഇന്ത്യൻ ഇക്കോണമിയിൽ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട്. ഇൻകം ലെവലിലാണെങ്കിലും എംപ്ലോയ്മെന്റ് ജനറേഷനിലാണെങ്കിലും സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിലും റീജിയണൽ ബാലൻസ്ഡ് ഗ്രോത്തും എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകുന്ന സെക്ടറാണ് MSME സെക്ടർ. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഡെഫിനിഷൻ ഓഫ് MSME ആണ്. മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസുകളെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഈ MSME എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ പല ബേസുകളിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിസിൽ ഡിഫൈൻ ചെയ്യാറുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി നോക്കി ഡിഫൈൻ ചെയ്യാറുണ്ട്, ടേൺ ഓവർ നോക്കി ഡിഫൈൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് വാരിയബിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിഫൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ വേൾഡ് ബാങ്ക് MSMEയെ കുറിച്ചിട്ട് നമ്പർ ഓഫ് എംപ്ലോയീസിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. വേൾഡ് ബാങ്ക് നൽകിയ ഡെഫിനിഷനാണ്. അതായത് എങ്ങനെയാണ് MSMEയെ നമ്പർ ഓഫ് എംപ്ലോയീസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത്.
According to their opinion, a micro enterprise means which employees between 1 to 9. മിനിമം ഒരു എംപ്ലോയിയും മാക്സിമം 9 എംപ്ലോയിയും വരുന്ന ഒരു എൻ്റർപ്രൈസിനെയാണ് നമ്മൾക്ക് മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയാൻ കഴിയുന്നത്. 9 ആളുകളിൽ കുറവ് അല്ലെങ്കിൽ മാക്സിമം 9 ആളുകൾ വരെയാണ് മൈക്രോ എൻ്റർപ്രൈസിൽ എംപ്ലോയീസായി ജോലി ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ സ്മാൾ ഇൻഡസ്ട്രി എന്നുള്ള ആ ഒരു കാറ്റഗറി കിട്ടണമെങ്കിൽ മിനിമം 10 പേര് വേണം, മാക്സിമം 49 പേര് വരെ ആവാം. വേൾഡ് ബാങ്ക് ഡെഫിനിഷൻ പ്രകാരം സ്മാൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മിനിമം 10 പേര് മാക്സിമം 49 പേര് ജോലിക്കാരെ ഉള്ള എൻ്റർപ്രൈസുകളായിരിക്കണം. മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ മിനിമം 50 എംപ്ലോയീസ് വേണം, മാക്സിമം 249 വരെ ആവാം. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ കാറ്റഗറി അതായത് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? നമ്പർ ഓഫ് എംപ്ലോയീസിനെ വെച്ചാണ് മൈക്രോ എൻ്റർപ്രൈസ് ഏതാ, സ്മാൾ എൻ്റർപ്രൈസ് ഏതാ, മീഡിയം എൻ്റർപ്രൈസ് ഏതാ എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പിന്നീട് 2006 നമ്മൾ പറഞ്ഞു MSMEയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി MSME ഡെവലപ്മെൻറ്റ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഓൾഡ് ഡെഫിനേഷൻ ഈ ആക്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് നമ്മൾ മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകളെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഈ എൻ്റർപ്രൈസുകളെ 2 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്തു. 2006 ആക്ടിൽ MSMEയെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എൻ്റർപ്രൈസുകളെ 2 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്യുന്നു. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ആൻഡ് സർവീസ് റെൻഡറിങ് എൻ്റർപ്രൈസസ്. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷൻ, നമ്മൾ കസ്റ്റമേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനിൽ ഏർപ്പെടുന്ന എൻ്റർപ്രൈസുകളാണ്. അതെന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡ്യൂസിങ് ആവാം, പ്രോസസ്സിങ് ആവാം, അല്ലെങ്കിൽ പ്രിസർവേഷൻ ആവാം. ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ 2 കാറ്റഗറിയിലും മൈക്രോ, സ്മാൾ, മീഡിയം അത് ബേസ് ചെയ്യുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് എന്ന് നോക്കിയാണ്. അപ്പോൾ 2006 MSME ഡെവലപ്മെൻറ്റ് ആക്ട് പ്രകാരം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എൻ്റർപ്രൈസുകളെ ആദ്യം 2ആയി ഡിവൈഡ് ചെയ്യുന്നു. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ആൻഡ് സർവീസ് റെൻഡറിങ് എൻ്റർപ്രൈസസ്. ഈ 2 ടൈപ്പിലും 3 തരം ഇൻഡസ്ട്രികൾ വരുന്നുണ്ട്: മൈക്രോ, സ്മാൾ, മീഡിയം. ഇതിനെ നമ്മൾ ബേസിസ് ആയി എടുക്കുന്നത് എത്ര എമൗണ്ടാണ് ആ ഇൻഡസ്ട്രിയിൽ ക്യാപിറ്റൽ, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടല്ലോ നമ്മുടെ ക്യാപിറ്റൽ അസറ്റ്സ്, അതിലേക്ക് എത്ര എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതിനെ നോക്കിയാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഡെഫിനേഷൻ. 2006 MSME ഡെവലപ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള ഡെഫിനേഷനിൽ കാറ്റഗറി ആദ്യത്തേത് മൈക്രോ എൻ്റർപ്രൈസ്. മൈക്രോ എൻ്റർപ്രൈസിന് 2 എണ്ണത്തിലും വരും, മാനുഫാക്ചറിങ് എൻ്റർപ്രൈസിലും സർവീസ് റെൻഡറിങ് എൻ്റർപ്രൈസിലും. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് ആണെങ്കിൽ their investment in plant and machinery does not exceed 25 lakh. എന്തിൽ കൂടാൻ പാടില്ല? അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുള്ള, അതായത് അവരുടെ ഫിക്സഡ് അസറ്റ് കേട്ടോ, പ്ലാന്റ് ആൻഡ് മെഷീനറിയോ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ അങ്ങനെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫിക്സഡ് അസറ്റ്സ് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 25 ലക്ഷത്തിൽ കൂടാൻ പാടില്ല മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് ആണെങ്കിൽ. അതേസമയം സർവീസ് റെൻഡറിങ് എൻ്റർപ്രൈസ് ആണെങ്കിൽ മൈക്രോ കാറ്റഗറിയിൽ വരണമെങ്കിൽ their investment does not exceed 10 lakh. 10 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അവരുടെ ഫിക്സഡ് അസറ്റ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. ദെൻ രണ്ടാമത്തെ കാറ്റഗറി സ്മാൾ ഇൻഡസ്ട്രീസ്. സ്മാൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് ആണെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ് ഡസ് നോട്ട് എക്സീഡ് 5 crore ആണ്. അതായത് 25 ലക്ഷം വരെ മൈക്രോവിൽ വരും. അപ്പോൾ 25 ലക്ഷത്തിൽ കൂടുതലും 5 കോടിയിൽ കുറവുമാണെങ്കിൽ മാക്സിമം 5 കോടി വരെ, അതാണ് സ്മാൾ ഇൻഡസ്ട്രിയുടെ കാറ്റഗറി മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ. ഇനി സ്മാൾ ഇൻഡസ്ട്രി തന്നെ സർവീസ് റെൻഡറിങ് കൺസേൺ ആണെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതിനിടയിലായിരിക്കണം? 10 ലക്ഷത്തിനും 2 കോടിക്കും. മൈക്രോവിൽ 10 ലക്ഷമാണ് മാക്സിമം. അപ്പോൾ സ്മാളിൽ 10 ലക്ഷത്തിന് മുകളിലും 2 കോടിയിൽ താഴെയുമായിരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ആ സ്മാൾ ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റാറ്റസ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ മൂന്നാമത്തെ ടൈപ്പ് മീഡിയം എൻ്റർപ്രൈസ് ആണ്.
മീഡിയം എൻ്റർപ്രൈസിൽ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഫിക്സഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര രൂപയായിരിക്കണം? 5 crore to 10 crore, 5 കോടിയിലധികവും 10 കോടിക്കുള്ളിലുമായിരിക്കണം. ഇനി അത് തന്നെ സർവീസ് റെൻഡറിങ് എൻ്റർപ്രൈസ് ആണെങ്കിൽ 2C to 5C ആണ്, അതായത് 2 കോടിയിലധികവും 5 കോടിയിൽ കുറവുമായിരിക്കണം. അപ്പോൾ 2006 MSME ഡെവലപ്മെൻറ്റ് ആക്ട് പ്രകാരം നമ്മൾ ഇൻഡസ്ട്രീസിനെ മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയം എന്ന് കാറ്റഗറൈസ് ചെയ്തത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്താണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നുള്ള ഫിക്സഡ് അസറ്റ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെ എൻ്റർപ്രൈസുകളെ നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്തിരുന്നു, മാനുഫാക്ചറിങ് കൺസേൺസ് ആൻഡ് സർവീസ് റെൻഡറിങ് കൺസേൺ. പിന്നീട് 2006 ശേഷം നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു സെക്ടറാണ് MSME സെക്ടർ. അതുകൊണ്ട് തന്നെ ഈ ത്രഷോൾഡ് ലിമിറ്റ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഈ ത്രഷോൾഡ് ലിമിറ്റ് പലർക്കും ഒരു ബേർഡനായി മാറാൻ തുടങ്ങി. കാരണം ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ലിമിറ്റിൽ കൂടിയാൽ അവരുടെ സ്റ്റാറ്റസ് നഷ്ടപ്പെടും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് കൺസേണിൽ 25 ലക്ഷം എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 26 ലക്ഷമായി കഴിഞ്ഞാൽ അവരുടെ മൈക്രോ എന്നുള്ള സ്റ്റാറ്റസ് മാറി അവർ സ്മാളിലേക്ക് മാറും. അതുപോലെ തന്നെ 5 കോടിയിലധികം, 5 കോടി 1 ലക്ഷം ആണെങ്കിൽ പോലും സ്മാൾ ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റാറ്റസ് മാറി മീഡിയം ഇൻഡസ്ട്രി ആയി മാറും. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ പല എൻ്റർപ്രൈസുകളും അവർക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഈ പ്രത്യേക കാറ്റഗറിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നുള്ള ബെനഫിറ്റുകളെ ആലോചിച്ചുകൊണ്ട് അവരെ എക്സ്പാൻഡ് ചെയ്യാതെ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളുടെ മിനിസ്ട്രി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള നിർമ്മല സീതാരാമൻ ഇത് ഒരിക്കലും നമ്മളുടെ ഡെവലപ്മെൻറ്റിന് യോജിച്ചതല്ല എന്ന് അഭിപ്രായപ്പെട്ടു. അവരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞത്, അതായത് നിർമ്മല സീതാരാമൻ പറഞ്ഞത് കില്ലിംഗ് ദ അർജ് ടു ഗ്രോ എന്നാണ്. നമ്മൾ ഈ വ്യവസായ സ്ഥാപനങ്ങളുടെ വളരാനുള്ള ആഗ്രഹത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട്, ഈ ഡെഫിനിഷനിലെ ലിമിറ്റ് കാരണം പല സ്ഥാപനങ്ങളും വളരാനുള്ള ആഗ്രഹത്തെ മൂടി വയ്ക്കുന്നു, അതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് അഭിപ്രായപ്പെട്ടു. അവരുടെ ആ അഭിപ്രായത്തിന് ശേഷം മിനിസ്ട്രി പലപ്പോഴും ഈ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. കാരണം ദ ഡിസിഷൻ ചേഞ്ച് ദ ഡെഫിനിഷൻ ഓഫ് MSME വാസ് മെയ്ഡ് മെയിൻലി ബിക്കോസ് ഓഫ് ദ ലോ ത്രഷോൾഡ് ലിമിറ്റ് അണ്ടർ ദ ഓൾഡ് ഡെഫിനിഷൻ. അപ്പോൾ ഈ പഴയ ഡെഫിനിഷനിലെ ഈ ത്രഷോൾഡ്, അതായത് ആ ഒരു ലിമിറ്റ്, ഇതിനപ്പുറത്തേക്ക് പോയാൽ നമ്മൾ വേറൊരു കാറ്റഗറി ആവും എന്നുള്ള ആ ഒരു പേടി അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ആഗ്രഹത്തെ തടയുന്നു. അതുകൊണ്ട് ഈ ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? ഇതിൻ്റെ ഈ ലിമിറ്റ് മാറ്റണം എന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടന്നു. പിന്നീട് പലപ്പോഴും ഇതിൽ ഭേദഗതി വരുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. 2015 ഗവൺമെൻറ് MSME ഡെവലപ്മെൻറ്റ് അമെൻമെൻറ്റ്, 2006 ഡെവലപ്മെൻറ്റ് ആക്റ്റാണ്, അതിലൊരു ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചു 2015. അത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ ഇൻക്രീസിങ് ലിമിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഈ ബില്ല് വിഡ്രോ ചെയ്യേണ്ടി വന്നു. പിന്നെ ജൂലൈ 2018 15 ആദ്യ അമെൻമെൻറ്റിന് ശ്രമിച്ചത്, അത് നടന്നില്ല, അത് പിൻവലിക്കേണ്ടി വന്നു. ജൂലൈ 2018 അവർ നമ്മൾക്ക് ഈ ലിമിറ്റിൻ്റെ കൂടെ ആനുവൽ ടേൺ ഓവർ കൂടി ആഡ് ചെയ്താലോ എന്നുള്ളൊരു പ്രപ്പോസൽ വെച്ചു. പക്ഷേ ആ ബില്ലും ലാപ്സായി. കാരണം 16ാം ലോകസഭ പിരിച്ചുവിട്ടു. അപ്പോൾ 2018 ഈ ഭേദഗതി പാസ്സായില്ല. പിന്നീട് പുതിയൊരു ഡെഫിനിഷൻ 2020 നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ തന്നെയാണ് ഈ ഡെഫിനിഷൻ കൊണ്ടുവന്നത്. മെയ് 2020 ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. MSMEയുടെ ഡെവലപ്മെൻറ്റിനും അവരുടെ സഹായത്തിനും വേണ്ടി ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു പാക്കേജ് നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ശേഷം 1 ജൂലൈ 2020 മുതൽ നമ്മളുടെ പുതിയ ക്ലാസിഫിക്കേഷൻ നിലവിൽ വന്നു. നമ്മൾ മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകളുടെ പുതിയ ഡെഫിനേഷൻ നിലവിൽ വന്നു. ഈ ഡെഫിനേഷനിൽ നമ്മൾ പ്രധാനമായും വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത്, പണ്ടത്തെ ഡെഫിനേഷനിൽ എൻ്റർപ്രൈസുകളെ 2ആയി ഡിവൈഡ് ചെയ്തിരുന്നു, മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട്. ആ ക്ലാസിഫിക്കേഷൻ ഇല്ലാതെയാക്കി. അങ്ങനെ ഒരു ഡിവിഷൻ വേണ്ട എന്ന് തീരുമാനിച്ചു.
പകരം മൊത്തം നമ്മൾ മൈക്രോ, സ്മാൾ, മീഡിയം ആ 3 എൻ്റർപ്രൈസ് എന്നുള്ളത് മാത്രം മതി. അല്ലാതെ മാനുഫാക്ചറിങ് ആണോ സർവീസ് റെൻഡറിങ് ആണോ എന്നൊന്നും നോക്കേണ്ട എന്ന് വെച്ചു. പകരം കൊണ്ടുവന്ന ഭേദഗതി എന്താ? ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിരുന്നു നമ്മൾ പരിഗണിച്ചിരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്. പക്ഷേ പുതിയ ഡെഫിനേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റിനോടൊപ്പം ടേൺ ഓവറിൻ്റെ ലിമിറ്റ് കൂടി കൊണ്ടുവന്നു. ഒരു വർഷത്തെ അവരുടെ മാക്സിമം ടേൺ ഓവർ എത്രയായിരിക്കണം എന്നുള്ള ഒരു ലിമിറ്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ പുതിയ ഡെഫിനിഷൻ പ്രകാരം 2020 ജൂലൈയിൽ 1 ജൂലൈ മുതൽ അപ്ലൈ ചെയ്യപ്പെട്ട പുതിയ ഡെഫിനിഷൻ പ്രകാരം ഒരു മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഏതൊരു സ്ഥാപനത്തിലാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ് 1 crore, 1 കോടി വരെ ആവാം ഇൻവെസ്റ്റ്മെൻറ്റ്. 1 കോടിയിൽ കൂടാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നോക്കി നോക്കൂ, പഴയ ഡെഫിനിഷനിൽ മാക്സിമം 25 ലക്ഷമായിരുന്നു മൈക്രോ എൻ്റർപ്രൈസിന്. ഇവിടെ ഇപ്പോൾ എത്രയായി മാറി? 1 കോടിയാക്കി മാറ്റി. ഇനി അവരുടെ ടേൺ ഓവർ എത്രയിൽ കൂടാൻ പാടില്ല? ഡസ് നോട്ട് എക്സീഡ് 5 crore. മാക്സിമം 5 കോടി വരെ ടേൺ ഓവർ ആവാം, എങ്കിലും അവർ മൈക്രോ എൻ്റർപ്രൈസിലാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയോ സ്മാൾ എൻ്റർപ്രൈസ്. സ്മാൾ എൻ്റർപ്രൈസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ് 10 crore. 10 കോടിയിൽ കൂടാൻ പാടില്ല ഇൻവെസ്റ്റ്മെൻറ്റ്. അവരുടെ ടേൺ ഓവറോ 50 crore കൂടാൻ പാടില്ല. അപ്പോൾ മാക്സിമം 50 കോടി വരെ ടേൺ ഓവർ ഉണ്ടെങ്കിലും അവർ സ്മാൾ ഇൻഡസ്ട്രി എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി മൂന്നാമത്തത് മീഡിയം ഇൻഡസ്ട്രി. മീഡിയം ഇൻഡസ്ട്രിയിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ് 50 crore. 50 കോടിയിലധികം കൂടാൻ പാടില്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്സ്. അവരുടെ അലവബിൾ മാക്സിമം ടേൺ ഓവറോ 250 crore. പരമാവധി 250 കോടി വരെ അവർക്ക് ആനുവൽ ടേൺ ഓവർ മെയിൻറ്റെയിൻ ചെയ്യാം. അങ്ങനെ 2020 MSMEയുടെ ഈ പുതിയ ഡെഫിനേഷൻ കൊണ്ടുവന്നത്. അതോടൊപ്പം ഇവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഓരോരോ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു പാക്കേജ് കൂടി ഫിനാൻസ് മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പ്രധാനമായി വരുന്ന ഈ പുതിയ ക്ലാസിഫിക്കേഷനിലെ മാറ്റങ്ങൾ 2006 ഡെഫിനേഷനും ഈ ഡെഫിനേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇവിടെ എൻ്റർപ്രൈസുകളെ 2ആയി ഡിവൈഡ് ചെയ്യുന്നു, മാനുഫാക്ചറിങ് ആൻഡ് സർവീസ്. പക്ഷേ ആ ഡിവിഷൻ എവിടെയില്ല, പുതിയ ഡെഫിനേഷനിൽ ആ ക്ലാസിഫിക്കേഷൻ ഇല്ല. എൻ്റർപ്രൈസുകളെ ഒരൊറ്റ എൻ്റർപ്രൈസ് എന്ന് മാത്രമാണ്, അല്ലാതെ മാനുഫാക്ചറിങ് ആണോ സർവീസ് ആണോ എന്ന് വേർതിരിക്കുന്നില്ല. വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ വെറും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് മാത്രമാണ് കൺസിഡർ ചെയ്തിരുന്നത്. പുതിയ ഡെഫിനേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം നമ്മൾ ടേൺ ഓവർ കൂടെ പരിഗണിക്കാൻ തുടങ്ങി. പിന്നെ വരുന്നത് പുതിയ ലിമിറ്റുകൾ, അവർക്ക് വളരാൻ സഹായിക്കുന്ന അവരുടെ ഗ്രോത്ത് സൈസ്. ഇവിടെ നോക്കി നോക്കൂ, 25 ലക്ഷം എന്നുള്ളത് ഇവിടെ 1 കോടിയാണ്. അപ്പം 4 ഇരട്ടി ഗ്രോത്തിനുള്ള ചാൻസായി. ഇവിടെ 25 to 5 കോടി എന്നുള്ളത് ഇവിടെ എത്രയാണ്? 10 കോടി വരെ ആവാം. അപ്പോൾ ഓരോ സെക്ടറിനും പരമാവധി അവർക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ഫ്യൂച്ചർ തുറന്നു കൊടുക്കുകയാണ് ഈ പുതിയ ഡെഫിനിഷനിലൂടെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഈ സെക്ടറിന് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവർക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അട്രാക്റ്റ് ചെയ്യാനും, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് അവിടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കപ്പാസിറ്റി കൂടും. അവരുടെ സ്ഥാപനത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് ജോലിക്കാരുടെ എണ്ണത്തിൽ വർദ്ധിപ്പിക്കാം. അതേപോലെ തന്നെ മാക്സിമം ടേൺ ഓവർ ലിമിറ്റും പറയുന്നത് കൊണ്ട് അത്രയും ടേൺ ഓവർ വരെ അവർക്ക് ഒരു വർഷം കണ്ടക്ട് ചെയ്യാം. അങ്ങനെ മാക്സിമം ഇവരെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസാണ് ഇപ്പോഴും നമ്മളുടെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. MSME ഡെവലപ്മെൻറ്റ് ആക്ട് 2006 ഇന്ത്യയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകുന്ന, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലേക്കെല്ലാം 30% കോൺട്രിബ്യൂഷൻ നൽകുന്ന സെക്ടറാണ് MSME എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ നിയന്ത്രിക്കാൻ നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് യൂണിറ്റ്സിനൊക്കെ റിലേറ്റഡ് ആയ നിയമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ MSME എന്ന് പറയുന്ന ഒരു കാറ്റഗറിയോ ആ കാറ്റഗറിക്കായി സ്പെഷ്യലായി ഒരു റൂളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഈ റിലേറ്റഡ് ഇൻഡസ്ട്രീസ്
സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ആളുകൾ ഇതിനൊരു നിയമം വേണം, കൃത്യമായിട്ടുള്ളൊരു ഫ്രെയിംവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മളുടെ ആബിദ് ഹുസൈൻ കമ്മിറ്റി 1997 റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. അതേപോലെ തന്നെ SP ഗുപ്തയുടെ കീഴിലുള്ള സ്റ്റഡി ഗ്രൂപ്പും ആ കാലഘട്ടങ്ങളിൽ 1997 മുതൽക്കേ MSME നിയന്ത്രിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് വേണം, അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വേണം എന്നുള്ള സജഷൻ ഗവൺമെന്റിന് നൽകിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഗവൺമെന്റ് ഈ ഡെവലപ്മെന്റിന്റെ, അതായത് ഈ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി എന്തെങ്കിലും ഒരു റെഗുലേഷൻ കൊണ്ടുവരണം എന്നുള്ളതിന് വേണ്ടി ഒരുപാട് എഫേർട്സ് എടുക്കാൻ തുടങ്ങിയിരുന്നു. ആസ് എ റിസൾട്ട് കുറേ കാലമായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചതിന് ശേഷം 2006 MSME ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഒരു ആക്ട്, MSME ഡെവലപ്മെന്റ് ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കിയത്. നമ്മൾ പറഞ്ഞു 2 മിനിസ്ട്രികൾ കൂടി ചേർന്നാണ് MSME മിനിസ്ട്രിയായി മാറിയത്. സ്മാൾ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനെ നിയന്ത്രിച്ചിരുന്ന മിനിസ്ട്രിയും റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ സെക്ടറിലെ ഇന്റർപ്രൈസുകളെ, അതായത് ബിസിനസ് യൂണിറ്റുകളെ നിയന്ത്രിച്ചിരുന്ന മിനിസ്ട്രിയും, അവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്താണ് മിനിസ്ട്രി ഓഫ് MSME രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ 2006 MSME സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഈ നിയമം പാസ്സാക്കിയത്. അപ്പൊ ഈ 2006 നിയമം വന്നപ്പോൾ അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? Promotion and development and enhancing the competitiveness of micro, small and medium enterprises. നമ്മളുടെ ഇൻഡസ്ട്രിയൽ മേഖലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന MSMEകളുടെ രൂപീകരണം, അതിൻ്റെ പ്രമോഷൻ, അതിൻ്റെ കോമ്പറ്റേറ്റീവ്നെസ് വർദ്ധിപ്പിക്കുക, ഈ കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനും പരമാവധി ഫെസിലിറ്റേഷൻ ചെയ്തു കൊടുക്കുക, പരമാവധി ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് MSME ഡെവലപ്മെന്റ് ആക്ട് 2006 എനാക്ട് ചെയ്തത്. ആ ആക്ടിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യമായി they defined the concept of enterprise. എന്താണ് ഒരു ബിസിനസ് എന്റർപ്രൈസ് എന്നുള്ള ആ ആശയത്തിനെ ഈ ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ കാറ്റഗറൈസ് എന്റർപ്രൈസസ് ഇൻടു 2, മാനുഫാക്ചറിംഗ് എന്റർപ്രൈസസ് ആൻഡ് സർവീസ് റെൻഡറിംഗ് എന്റർപ്രൈസസ്. അപ്പൊ ഈ നിയമത്തിൽ എന്റർപ്രൈസ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തു. അതേപോലെ എന്റർപ്രൈസുകൾ 2 തരത്തിലുണ്ട്, സർവീസ് എന്റർപ്രൈസും മാനുഫാക്ചറിംഗ് എന്റർപ്രൈസും. രണ്ടാമത്തെ പ്രൊവിഷൻ, പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ മെയിൻ പ്രൊവിഷൻ എന്ന് പറയുന്നത്, they divided service enterprise and manufacturing enterprise into 3 category. ആദ്യം എന്റർപ്രൈസുകളെ 2ആയി ഡിവൈഡ് ചെയ്തു, വീണ്ടും ആ 2 സെക്ടറിനെയും 3 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. മൈക്രോ എന്റർപ്രൈസ്, സ്മാൾ എന്റർപ്രൈസ് ആൻഡ് മീഡിയം എന്റർപ്രൈസ്. അപ്പോൾ മാനുഫാക്ചറിങ്ങിലും ഈ 3 ടൈപ്പും ഉണ്ട്, സർവീസ് റെൻഡറിങ്ങിലും ഈ 3 ടൈപ്പും ഉണ്ട്. പിന്നെ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്, they recommended for the constitution of ബോർഡ്, നാഷണൽ ബോർഡ് ഫോർ MSME സെക്ടറിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ബോർഡ് രൂപീകരിച്ചു നാഷണൽ ലെവലില്. അതേപോലെ തന്നെ they recommended for the constitution of an advisory body. അപ്പോൾ ഈ MSMEയുടെ ഫുൾ കൺട്രോൾ നാഷണൽ ലെവലിൽ സെൻട്രൽ മിനിസ്ട്രി ആണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഓരോ സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഈ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും MSME സെക്ടറിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലല്ലേ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അഡ്വൈസുകൾ നൽകാനാണ് അഡ്വൈസറി ബോഡി. പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഒരു നാഷണൽ ബോർഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ കൃത്യമായ അഡ്വൈസുകൾ നൽകാൻ, റെക്കമെൻഡേഷൻസ് നൽകാൻ അഡ്വൈസറി ബോർഡുമുണ്ട്. ദെൻ അടുത്ത പ്രൊവിഷൻ എന്ന് പറയുന്നത്, ഫോം ഫില്ലിംഗ് ഫോർ രജിസ്ട്രേഷൻ. എങ്ങനെയാണ് MSME രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് വിശദമായി വിശദീകരിച്ചു. Then it provide for promote, develop and enhance MSME. MSMEയുടെ കോമ്പീറ്റൻസി, മറ്റുള്ളവരുമായി മത്സരിച്ച് നിൽക്കാനുള്ള അതിൻ്റെ കപ്പാസിറ്റിയെ പ്രൊമോട്ട് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും വർദ്ധിപ്പിച്ചെടുക്കാനും, അതായത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ കോമ്പീറ്റൻസി വളർത്തുക എന്നുള്ളത് ഈ ആക്ടിൻ്റെ ഒരു പ്രൊവിഷനാണ്. Then it provided for delay payments provision. MSMEയിൽ ഡിലേ പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പിന്നീട് ഈ പോയിന്റുകളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നോക്കുന്ന സമയത്ത് പറയും. എങ്ങനെയാണെങ്കിലും MSME സെക്ടറിൽ ഡിലേഡ് പേയ്മെന്റ്സ് വരുന്നതിനെ കുറിച്ച്, അതിൻ്റെ നിയമവശങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്.
Then it empowers the government to carry out the provisions of this act. ഈ നിയമത്തിന് കീഴിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും നൽകിയിട്ടുള്ള അധികാരങ്ങൾ കൃത്യമായി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളുടെ നിയമത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിന്റെ പൂർണ്ണ റെസ്പോൺസിബിലിറ്റി എങ്കിലും ഓരോ സംസ്ഥാനങ്ങളിലും അവരുടെ സംസ്ഥാനത്തെ MSME അവരുടെ ജുറിസ്ഡിക്ഷൻ കൺട്രോൾ ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ഈ നിയമത്തിന് കീഴിൽ എന്താണ് ഒരു എന്റർപ്രൈസ് എന്ന് പറയുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു എന്റർപ്രൈസിനെ ഡിഫൈൻ ചെയ്തു എന്ന്. According to the point of view of this act, enterprise or an industrial undertaking means any establishment. അത് എന്തോ ആയിക്കോട്ടെ, പേര് നമ്മൾ ബിസിനസ് കൺസേൺന്നോ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നോ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് എന്നോ എന്റർപ്രൈസ് എന്നോ എന്തോ പറയാം. ആ സ്ഥാപനം എന്താണ്? എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഒന്നുകിൽ എന്തെങ്കിലും വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരായിരിക്കണം. ഇൻ എനി മാനർ, ഏത് രീതിയിൽ വേണമെങ്കിലാവാം. അതില് പ്രത്യേകത നമ്മൾ എന്താ പറയുന്നത്? പെർട്ടൈനിങ് ടു എനി ഇൻഡസ്ട്രി സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് IDRA ആക്ട് 1951. 1951 ഒരു ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്, IDRA. അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ കുറെ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മളിവിടെ MSME ആക്ടില് ആ ഷെഡ്യൂളിൽ പറയുന്ന ഇൻഡസ്ട്രികൾ അതല്ലെങ്കിൽ എങ്ങനെയാവണം? എൻഗേജ്ഡ് ഇൻ പ്രൊവൈഡിങ് ഓർ റെൻഡറിങ് എനി സർവീസ്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങളായിരിക്കണം. അപ്പൊ അതാണ് ഒരു ബിസിനസ് എന്റർപ്രൈസ് എന്താണ് എന്നുള്ളത് ഈ നിയമത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് 2006 MSME ഡെവലപ്മെന്റ് ആക്ടിലെ ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസ്. ഇന്ത്യയിൽ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ഒരു നാഷണൽ ബോർഡ് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ആ ബോർഡിനെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഗവൺമെന്റിന് അഡ്വൈസുകൾ കൊടുക്കാനും വേണ്ട സമയത്ത് പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും വേണ്ടി ഒരു അഡ്വൈസറി ബോർഡും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കീ പ്രൊവിഷൻസ് ഇൻ MSME ഡെവലപ്മെന്റ് ആക്ട് 2006. അത് നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ എൻ്റർപ്രൈസിൻ്റെ ഡെഫിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. അതിൽ വരുന്ന ചില പോയിന്റുകളുടെ എക്സ്പ്ലനേഷൻ, അതായത് എന്താണ് ഇപ്പോൾ നമ്മൾ ബോർഡ് പറഞ്ഞു, അഡ്വൈസറി കമ്മിറ്റി പറഞ്ഞു. അപ്പോൾ അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ആദ്യമായി വരുന്നത് NBMSME, അതായത് നാഷണൽ ബോർഡ് ഫോർ മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസസ്. ബോർഡ് ഫോർ MSME എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ വൈഡായിട്ട് ഇന്ത്യയിൽ മൊത്തമുള്ള MSME സെക്ടറുകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകളും എല്ലാം കണ്ടക്ട് ചെയ്യാനും അതിനെയൊക്കെ നിയന്ത്രിക്കാനും വേണ്ടി ഒരു സെൻട്രൽ അതോറിറ്റി എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് നാഷണൽ ബോർഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 47 members and including chairman, vice chairman, member, secretary. And the head office of national board situated at Delhi, and the minister for Ministry of MSME will be the ex officio chairman of this board. അപ്പോൾ ഈ ബോർഡിൽ 47 മെമ്പർമാരുണ്ട്. ആ മെമ്പർമാരിൽ ചെയർമാൻ ഉണ്ടായിരിക്കും, വൈസ് ചെയർമാൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെമ്പർ സെക്രട്ടറി. ഈ മെമ്പർ സെക്രട്ടറി തന്നെയാണ് അഡ്വൈസറി കമ്മിറ്റിയുടെയും മെമ്പർ സെക്രട്ടറി. ദെൻ നമ്മുടെ മിനിസ്ട്രി ഓഫ് MSMEയുടെ മിനിസ്റ്റർ ആയിരിക്കും എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന MSME സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും ഗൈഡ് ചെയ്യുക, അതേപോലെ തന്നെ ഗവൺമെൻറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ എങ്ങനെ വേണം, പ്രോഗ്രാമുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതും നമ്മളുടെ ബോർഡാണ്. അപ്പോൾ ബോർഡിൻ്റെ കൃത്യമായിട്ടുള്ള അവർ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പറയുന്നത് എക്സാമിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് MSME ആൻഡ് റിവ്യൂ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. നമ്മൾ പറഞ്ഞു എല്ലാ പ്രോഗ്രാമുകളും ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രധാനമായും നോക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ അവരുടെ ആ പോളിസീസും പ്രോഗ്രാംസും ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. ഇത് കറക്റ്റ് അല്ലേ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളത് MSMEയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകളും പോളിസികളും റിവ്യൂ ചെയ്യുക, അത് പരിശോധിക്കുക, എക്സാമിൻ ചെയ്യുക.
പിന്നെ റെക്കമെൻഡേഷൻ, ഇവരുടെ MSMEയുടെ പ്രൊമോഷന് വേണ്ടി അവരുടെ കോമ്പറ്റേറ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, റെക്കമെൻഡേഷൻസ് കൊടുക്കുക. അഡ്വൈസ് സെൻട്രൽ ഗവൺമെൻറ് ഓൺ യൂസ് ഓഫ് ഫണ്ട് ഓർ ഫണ്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 12 ഓഫ് ദ ആക്ട്. ഈ ആക്ടിൻ്റെ MSME ഡെവലപ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 12ലാണ് MSMEക്ക് വേണ്ടിയുള്ള ഫണ്ട്, ആ ഫണ്ടിൻ്റെ യൂസേജിനെ കുറിച്ചും അതിൻ്റെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഫണ്ട് ഉപയോഗിക്കുന്നില്ലേ, ഗവൺമെൻറ് കൃത്യമായും സെക്ഷൻ 12 അനുസരിച്ച് തന്നെയല്ലേ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അത്രയും ഫങ്ഷൻസാണ് നാഷണൽ ബോർഡിനുള്ളത്. ദെൻ നമ്മുടെ MSME ഡെവലപ്മെൻറ്റ് ആക്ട് റെക്കമെൻഡ് ചെയ്ത അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച മറ്റൊരു ബോഡി ഓഫ് അതോറിറ്റിയാണ് അഡ്വൈസറി കമ്മിറ്റി. അഡ്വൈസറി കമ്മിറ്റിയിൽ 5 ഓഫീസേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, 3 റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് 1 റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഈച്ച് ഓർഗനൈസേഷൻ ഓഫ് MSME. ഓരോ സംസ്ഥാനത്തും MSMEകൾക്ക് അവരുടേതായ സംഘടനകൾ ഉണ്ടായിരിക്കും. ഈ അസോസിയേഷൻസിൽ നിന്ന് ഓരോ ആളുകൾ, ഒരു പ്രതിനിധി, അങ്ങനെ ഇത്രയും മെമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അഡ്വൈസറി കമ്മിറ്റി. അഡ്വൈസറി കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? നാഷണൽ ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറി തന്നെയായിരിക്കും. അഡ്വൈസറി ബോഡിയുടെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് അവരുടെ ആക്ടിവിറ്റീസിൽ അഡ്വൈസ് കൊടുക്കുക. എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ്? പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻഹാൻസിങ് കോമ്പറ്റേറ്റീവ്നെസ്. ബോർഡിൻ്റെ ഫങ്ഷൻസിൽ നമ്മളിത് പറഞ്ഞതാണ്. MSMEയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പോളിസികൾ ഫ്രെയിം ചെയ്യുന്നതിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലുമെല്ലാം വേണ്ട ഗൈഡൻസ് കൊടുക്കുക. ക്രെഡിറ്റ് ഫെസിലിറ്റി ഫോർ MSMEക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി നൽകുന്ന പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്യുമ്പോൾ അതിനു വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതാണ് അഡ്വൈസറി കമ്മിറ്റി. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, പ്രിഫറൻസ് പോളിസീസ് ഇൻ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ MSME, ഇതെല്ലാം ഗവൺമെൻറ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട ഉപദേശങ്ങൾ നൽകണം. അതേപോലെ സെൻട്രൽ ഗവൺമെൻറ് ബിഫോർ ക്ലാസിഫൈയിങ് എനി ക്ലാസ് ഓഫ് എൻ്റർപ്രൈസ് ഷുഡ് ഒബ്റ്റെയിൻ ദ റെക്കമെൻഡേഷൻ ഓഫ് അഡ്വൈസറി കമ്മിറ്റി. ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുടെ അപ്ലിക്കേഷൻ കിട്ടുമ്പോൾ അതിനെ ഏത് കാറ്റഗറി ആക്കി ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് അഡ്വൈസറി കമ്മിറ്റിയോട് ചോദിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ ടേക്ക് അഡ്വൈസ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഓരോ സ്റ്റേറ്റിലെയും പരമാധികാരി, അവരെ വീണ്ടും സെൻട്രൽ ഗവൺമെൻറ് നിയന്ത്രിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക. എന്തിനൊക്കെയാണ്? നമ്മുടെ MSME ഡെവലപ്മെൻറ്റ് ആക്ടിൽ പ്രൊവിഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെല്ലാം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട അഡ്വൈസുകളും അഡ്വൈസറി കമ്മിറ്റി നൽകും. ദെൻ ഈ കമ്മിറ്റി റെക്കമെൻഡേഷൻ കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെയാ? ബോർഡ്, സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ എനി ഓഫ് ദി ഫോളോയിങ് മാറ്റേഴ്സ്. താഴെ പറയുന്ന കാര്യങ്ങളിൽ ബോർഡിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിനും അഡ്വൈസറി കമ്മിറ്റി ഉപദേശം കൊടുക്കും. എന്തിലൊക്കെയാണ്? ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ക്ലാസ് ഓർ ക്ലാസ്സസ് ഓഫ് എൻ്റർപ്രൈസസ്, ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ നീഡ് ഓഫ് ഹയർ ഇൻവെസ്റ്റ്മെൻറ്റ്, പോസിബിലിറ്റി ഓഫ് പ്രൊമോട്ടിംഗ് ആൻഡ് ഡിഫ്യൂസിങ് entrepreneurship in MSME, international standard for classification of MSME. അപ്പോൾ നമ്മുടെ നാട്ടിൽ മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസുകളുടെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കോമ്പറ്റൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ അതോറിറ്റീസിൻ്റെ ഒക്കെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ പരിശ്രമങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനും ഡയറക്റ്റ് ചെയ്യാനും നമ്മളുടെ ഒബ്ജക്റ്റിലേക്ക് എത്തണം. MSMEയുടെ ഡെവലപ്മെൻ്റ് ആണ് നമ്മളുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ്. അതിലേക്ക് എത്തുന്ന രീതിയിൽ ഗവൺമെൻറ് പോളിസീസിനെയും ഫങ്ഷൻസിനെയും ഡയറക്റ്റ് ചെയ്യുകയാണ് നാഷണൽ ബോർഡിൻ്റെയും നമ്മളുടെ അഡ്വൈസറി കമ്മിറ്റിയുടെയും പ്രധാന ജോലി. MSME ഡെവലപ്മെൻറ്റ് ആക്ടിലെ മറ്റ് ചില പ്രധാനപ്പെട്ട പ്രൊവിഷൻസ്, അതിൽ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ബോർഡിൻ്റെ കാര്യമാണെങ്കിലും അഡ്വൈസറി കമ്മിറ്റിയുടെ കാര്യമാണെങ്കിലും എല്ലാം നമ്മൾ പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. പ്രൊമോഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് ഓഫ് കോമ്പറ്റേറ്റീവ്നെസ് ഓഫ് MSME സെക്ടറിൻ്റെ യോഗ്യത വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക, അതിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് കൊടുക്കുന്നത്?
അതിൽ സെൻട്രൽ ഗവൺമെൻറ് മെയിൻ ലോഞ്ച് പ്രോഗ്രാംസ്, അതായത് ഈ പ്രൊവിഷന് കീഴിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് എന്തെല്ലാം പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യണം, എന്തിനൊക്കെ വേണ്ടിയുള്ളതായിരിക്കണം. ഡെവലപ്മെൻറ്റ് ഓഫ് സ്കിൽസ് ഇൻ എംപ്ലോയി, MSMEയിലുള്ള തൊഴിലാളികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഓൺടർപ്രണേഴ്സിൻ്റെയും സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള പ്രോഗ്രാമുകൾ. ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ, സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ. മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്, അവർക്ക് അവരുടെ പ്രോഡക്റ്റ് കൃത്യമായി മാർക്കറ്റ് ചെയ്യാനുള്ള സഹായങ്ങൾ. ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ. ദെൻ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ്, അവരുടെ മേഖലയ്ക്ക് വേണ്ട വികസനം. അതേപോലെ തന്നെ MSME സെക്ടറിന് പ്രോഗ്രസീവായിട്ടുള്ള ക്രെഡിറ്റ് പോളിസീസ് പ്രഖ്യാപിക്കുക, അത് നടപ്പിൽ വരുത്തുക. ദെൻ പ്രിഫറൻസ് പോളിസീസ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവരുടെ പ്രൊമോഷന് വേണ്ടി മുൻഗണനാ ക്രമത്തിലുള്ള, അതായത് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രിഫറൻസ് കൊടുക്കുന്ന തരം പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, ഇവരുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് കൃത്യമായി നിയമം പറയുന്നത് പോലെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള കടമകൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. എന്തിനു വേണ്ടിയാ? MSMEയുടെ കോമ്പിറ്റൻസി വർദ്ധിപ്പിക്കാൻ. ദെൻ കുറച്ച് മറ്റ് പ്രൊവിഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വേറെ ചില പ്രൊവിഷൻസിൽ വരുന്നതാണ് MSME രജിസ്ട്രേഷൻ. കൃത്യമായ രീതിയിൽ രജിസ്ട്രേഷൻ നടത്തുക. അവർക്ക് ആ ലീഗൽ സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ ഫോം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ പണ്ടൊക്കെ അതിന് ഒരുപാട് ഫോമുകൾ കൊടുക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആത്മനിർഭർ പാക്കേജ് ഒക്കെ വന്നതിന് ശേഷം സെൽഫായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം. അപ്പോൾ 2006 നിയമത്തിൽ എന്തൊക്കെ വകുപ്പുകളായിരുന്നു രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞിരുന്നത്? മാനുഫാക്ചറിങ് കൺസേൺസ് ആണെങ്കിലും അതേപോലെ തന്നെ മൈക്രോ ഓർ സ്മാൾ എൻ്റർപ്രൈസ് ആ കാറ്റഗറിയിൽ വരുന്നത്. അതിൽ ഈ സ്മാൾ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്ങോ സർവീസിങ്ങോ എന്തോ ആവാം. മൈക്രോ ആൻഡ് സ്മാൾ എൻ്റർപ്രൈസ് ആവുന്ന സമയത്തും അതേപോലെ തന്നെ മീഡിയത്തിൽ സർവീസാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കാം. 3 കാറ്റഗറി ഉണ്ട്: മൈക്രോ, സ്മാൾ, മീഡിയം. മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയത്തിലെ സർവീസ് എൻ്റർപ്രൈസുകൾ, അവർക്ക് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രിഷണറി ആയിരുന്നു, അവരുടെ താല്പര്യപ്രകാരം ചെയ്യാമായിരുന്നു. എന്നാൽ മീഡിയത്തിൽ വരുന്ന മാനുഫാക്ചറിങ് കൺസേൺസിന് നിർബന്ധമാണ്. IDRA ആക്ടിലെ നമ്മൾ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ റെഗുലേഷൻ ആക്ട്, IDR ആക്ടിലെ ഫസ്റ്റ് ഷെഡ്യൂൾ പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കൺസേൺസ് ആണെങ്കിൽ ഇത് നിർബന്ധമാണ്, കമ്പൽസറി ആണ് രജിസ്ട്രേഷൻ. പിന്നീട് MSMED ആക്ട് 2006 പറയുന്നത്, ഇവർ ആദ്യം മെമ്മോറാണ്ടം പാർട്ട് 1 EM1 എന്ന് പറയുന്ന ഫോം ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രി സെൻറ്ററിൽ ഫയൽ ചെയ്യണം. ദെൻ അത് എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്? ബിഫോർ സ്റ്റാർട്ടിങ് ആൻ എൻ്റർപ്രൈസ്, ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നേ DICയിൽ പോയി EM1 എന്ന് പറയുന്ന ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം മെമ്മോറാണ്ടം പാർട്ട് 2 EM2 നമ്മൾ ഡിസ്ട്രിക്ട് സെൻറ്ററിൽ ഫയൽ ചെയ്യണം. ഇനി സെപ്റ്റംബർ 2015 വരെ ഇവരുടെ ഈ ബിസിനസ്സിന് പ്രൊമോഷന് വേണ്ടി, അത് എളുപ്പം നടത്താൻ വേണ്ടി മിനിസ്ട്രി എന്ത് ചെയ്തു? റീപ്ലേസസ് EM1 ആൻഡ് 2. അതുവരെ നമ്മൾ ആദ്യം ഒരു EM1 ഫയൽ ചെയ്യണം, പിന്നെ ഒന്ന് EM2 ഫയൽ ചെയ്യണം എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. പിന്നീട് അതെന്തായി? ഫയലിംഗ് വിത്ത് ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം. ഇതിന് രണ്ടിനും കൂടെ പകരമായിട്ട് UAM ഫയൽ ചെയ്താൽ മതി. അപ്പോൾ EM1നും EM2നും പകരമായി ഒരു ഒറ്റ എണ്ണം UAM മാത്രം ഫയൽ ചെയ്താൽ മതി. ഇറ്റ്സ് എ സെൽഫ് സർട്ടിഫിക്കേഷൻ രജിസ്ട്രേഷൻ സിസ്റ്റമാണ്, ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. ദെൻ രജിസ്ട്രേഷനെ പറ്റി പറയുന്നത് 26/6/2020 മിനിസ്ട്രി ഹാസ് ആൾസോ റീപ്ലേസ്ഡ് രജിസ്ട്രേഷൻ ബൈ ഫയലിംഗ് ഉദ്യോഗ് ആധാർ മെമ്മോറാണ്ടം. നമ്മൾ പറഞ്ഞു UAM ഫയൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതെവിടെയാണ്, ഏത് പോർട്ടലിലാണ് നമ്മൾ ചെയ്യേണ്ടത്? ഉദ്യം എന്ന് പറയുന്ന പോർട്ടലിൽ. അത് MSMEയുടെ ഗവൺമെൻറ് പോർട്ടൽ https udyamregistration.government.in. അതിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമായി രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ആ എൻ്റർപ്രണേഴ്സിന്, നമ്മുടെ MSME സെക്ടറിലുള്ള ആളുകൾക്ക് രജിസ്ട്രേഷൻ എന്നുള്ളതൊരു ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫെസിലിറ്റി വരെ ഇപ്പോൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഡിലേയ്ഡ് പേയ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള പ്രൊവിഷനാണ്.
മൈക്രോ ആൻഡ് സ്മാൾ എൻ്റർപ്രൈസസിൽ MSMEയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു യൂണിറ്റിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചിട്ട ആളുകൾ, ബയേഴ്സ് ഉണ്ടാവല്ലോ, നമ്മുടെ പ്രൊഡക്റ്റ് MSMEക്കാർ പ്രൊഡക്റ്റ് വിൽക്കുന്നു, അത് ബയേഴ്സ് വാങ്ങിക്കുന്നു. അപ്പോൾ ആ ബയേഴ്സ് കൃത്യമായി പേയ്മെൻറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ആ ഡിലേഡ് പേയ്മെൻറ്റ്സിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? മാക്സിമം നമ്മൾ ആദ്യം MSME ട്രേഡേഴ്സ് ഒരു പീരിയഡ് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്പെസിഫൈഡ് പീരിയഡ് പറഞ്ഞിട്ടില്ല എങ്കിൽ ബയേഴ്സ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് 45 ദിവസത്തിനുള്ളിലാണ്. പേയ്മെൻറ്റ് പീരിയഡ് മസ്റ്റ് നോട്ട് എക്സീഡ് 45 days. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും MSMEക്കാർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ 45 ദിവസത്തിലും വൈകുകയാണെങ്കിൽ ദേ മസ്റ്റ് പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഫോർ ദാറ്റ് ഡിലേഡ് പേയ്മെൻറ്റ്. ആ ഡിലേഡ് പേയ്മെൻറ്റിന് ന്യായമായ റേറ്റിലുള്ള പലിശ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ MSMEയുടെ ബയേഴ്സാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. MSMEയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. അതല്ലെങ്കിൽ പലിശ കൊടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു MSME ട്രേഡർക്ക് ഈ പേയ്മെൻറ്റ് കിട്ടുന്നതിനെക്കുറിച്ച്, ഡിലേഡ് പേയ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നമ്മൾക്ക് ആരെ അറിയിച്ചാൽ മതി? MSME ഫെസിലിറ്റേഷൻ കൗൺസിൽ ഫോർ റീഡ്രസൽ. പരാതി പരിഹാരത്തിനുള്ള ഫെസിലിറ്റേഷൻ കൗൺസിലുണ്ട് MSMEക്ക്. അതിൽ നമ്മൾക്ക് ആ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം. അതേപോലെ തന്നെ MSME ഡെവലപ്മെൻറ്റ് ആക്റ്റിൽ MSME സമാധാൻ എന്ന് പറയുന്ന ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് 30/10/2017. നമ്മൾ 2006-ലാണ് ഡെവലപ്മെൻറ്റ് ആക്ട് വന്നത്. 2017-ലാണ് MSME സമാധാൻ എന്ന് പറയുന്ന ഈ പോർട്ടൽ ലോഞ്ച് ചെയ്തത്. എന്തിനു വേണ്ടിയാണ്? നമ്മൾക്ക് ഡിലേഡ് പേയ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചും അതുപോലെ MSMEക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, ഡിലേഡ് പേയ്മെൻറ്റിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാനുള്ള ഫെസിലിറ്റി നൽകാൻ വേണ്ടിയാണ് MSME സമാധാൻ എന്ന് പറയുന്ന പോർട്ടൽ ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള പ്രോഗ്രാമുകളിലൂടെ സെൻട്രൽ ഗവൺമെൻറ് MSME ഡെവലപ്മെൻറ്റിനെ എല്ലായ്പ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. MSME ഡെവലപ്മെൻറ്റ് ആക്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് എനാക്ട് ചെയ്തത് തന്നെ MSME സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് MSME? വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെ ബോത്ത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് non-statutory bodies, central government trying to help MSME sector. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, അതേപോലെ ടെക്നിക്കൽ സെൻറ്ററുകൾ, കൊയർ ബോർഡ്, അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ MSME, പിന്നെ മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിലൂടെ അവരുടെ സഹകരണത്തോടു കൂടി മിനിസ്ട്രി ഓഫ് MSME കുറേ പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കായിട്ടല്ല, ഗവൺമെൻറ് മാത്രമായിട്ടല്ല, ഈ മിനിസ്ട്രീസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും എല്ലാം ഹെൽപ്പോട് കൂടിയാണ് MSMEയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? ഒന്ന്, ആക്സസ് ടു ആഡിക്വേറ്റ് ക്രെഡിറ്റ് ഫ്രം ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതൊരു സ്ഥാപനവും തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം ഫിനാൻസ് വേണം. ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്, നമ്മൾക്കറിയാം. അപ്പോൾ ഈ MSME സെക്ടറിലുള്ള യൂണിറ്റുകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കാനുള്ള സൗകര്യങ്ങൾ ബാങ്കിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും ഏർപ്പാടാക്കി കൊടുക്കുക. സപ്പോർട്ട് ഫോർ ടെക്നോളജി അപ്ഗ്രഡേഷൻ ആൻഡ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണവും സാങ്കേതിക വിദ്യാ വികസനത്തിനും എല്ലാം വേണ്ടി സഹായിക്കുക. ദെൻ വെൽ ഡെവലപ്ഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി, ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല രീതിയിൽ ഉറപ്പുവരുത്തുക. ആർട്ട് ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഫെസിലിറ്റി, അവർക്ക് വേണ്ട സർട്ടിഫിക്കേഷനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഫെമിലിയാരിറ്റി വിത്ത് മോഡേൺ മാനേജറിയൽ പ്രാക്ടീസസ്, പലപ്പോഴും റൂറൽ ഏരിയയിലുള്ള ഓൺടർപ്രണേഴ്സിന് കൃത്യമായി മോഡേൺ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ പല ട്രെയിനിങ് പ്രോഗ്രാമുകളോ ഒക്കെ കണ്ടക്ട് ചെയ്ത് അതിന് സഹായിച്ചു കൊടുക്കുക. ട്രെയിനിങ് പ്രോഗ്രാം ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്, അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. ദെൻ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഡിസൈൻ ഇൻ്റർവെൻഷൻ, പാക്കേജിങ്, ഇതിനെല്ലാം വേണ്ട അസിസ്റ്റൻസ് ചെയ്തു കൊടുക്കുക. വെൽഫെയർ സപ്പോർട്ട് കൊടുക്കുക, ആർട്ടിസാൻസ് ആൻഡ് വർക്കേഴ്സിന് വെൽഫെയർ സപ്പോർട്ട് കൊടുക്കുക. ദെൻ സപ്പോർട്ട് ഫോർ ബെറ്റർ ആക്സസ്
എന്തിന്? ഡൊമസ്റ്റിക് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ്, ആഭ്യന്തര വിപണിയിലും കയറ്റുമതിയിലും എല്ലാം MSMEക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ക്ലസ്റ്റർ ബേസ്ഡ് അസിസ്റ്റൻസ് കൊടുക്കുക. അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് അതർ ഡിപ്പാർട്ട്മെന്റ്സ് കണ്ടക്ടിങ് പ്രോഗ്രാംസ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് MSME. അപ്പൊ നമ്മൾ പറഞ്ഞു കുറെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ ഓഫീസസ് ഉണ്ട് നമ്മുടെ MSMEയെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് KVIC, അതായത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. KVIC എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ്. നിയമത്തിന്റെ സപ്പോർട്ടോടുകൂടി രൂപീകരിക്കപ്പെട്ടതാണ്. MSME മിനിസ്ട്രിയുടെ കീഴിലാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഏതാണ് വർഷം? ആ KVIC ആക്ട് നിലവിൽ വന്നത് 1956-ലാണ്. അപ്പൊ 1956-ലെ KVIC ആക്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഗ്രാമപ്രദേശങ്ങളിലുള്ള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഹെഡ് ഓഫീസ് മുംബൈയിലാണ്. അപ്പൊ ഇവരുടെ അഭിപ്രായത്തിൽ വില്ലേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രി ആയിരിക്കും. അത് വിത്തൗട്ട് ദ യൂസ് ഓഫ് പവർ, ചിലപ്പോൾ വിത്ത് ആയിരിക്കും അല്ലെങ്കിൽ വിത്തൗട്ട്, ചിലപ്പോൾ പവർ ലൂംസിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ പവർ ഇല്ലാതെ, എങ്ങനെയാണെങ്കിലും അവരുടെ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പെർ ഹെഡ്, എത്ര വർക്കർ ഉണ്ടോ അവരുടെ ഒരു വർക്കർക്ക് 1 ലക്ഷം, അത്രയാണ് മാക്സിമം വരാൻ പാടുള്ളൂ. എങ്ങനെയുള്ള ഏരിയാസില്? പ്ലെയിൻ ഏരിയാസിൽ. എന്നാൽ ഹില്ലി ഏരിയാസ്, കുന്നിൻ പ്രദേശങ്ങളിൽ അത് 1.5 ലക്ഷം വരെയാണ് പെർ ഹെഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ ഈ വില്ലേജ് ഇൻഡസ്ട്രി എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അതിൽ 6 വിഭാഗങ്ങൾ വില്ലേജ് ഇൻഡസ്ട്രീസിൽ 6 സെക്ടേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാ? അഗ്രോ ബേസ്ഡ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി, കൃഷിയെ ബേസ് ചെയ്തുകൊണ്ട് ഭക്ഷ്യ സംസ്കരണമൊക്കെ നടത്തുന്ന ഇൻഡസ്ട്രികൾ, അതിനെ നമ്മൾ ABFPI എന്നാണ് പറയുന്നത്, അഗ്രോ ബേസ്ഡ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. പിന്നെ വരുന്നത് MBI ആണ്, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി, ധാതുക്കളെ അടിസ്ഥാനമാക്കിയുള്ളത്. പിന്നെ WCI, വെൽനസ് ആൻഡ് കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി. പിന്നെ ഹാൻഡ് മെയ്ഡ് പേപ്പർ, അപ്പൊ അവിടെ ചിലപ്പോൾ വിത്തൗട്ട് ലൂം ആയിരിക്കും കേട്ടോ പ്രവർത്തിക്കുന്നത്, പവർ ഇല്ലാതെയൊക്കെ ഉള്ളതുണ്ടാവും. ലെതർ ആൻഡ് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, റൂറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ന്യൂ ടെക്നോളജി ഇൻഡസ്ട്രി ആൻഡ് സർവീസ് ഇൻഡസ്ട്രി. ഇത്രയും ഇൻഡസ്ട്രികളാണ് ഈ വില്ലേജ് ഇൻഡസ്ട്രി എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് KVIC പ്രവർത്തിക്കുന്നത്. കാരണം ഇവരുടെ പ്രധാന ലക്ഷ്യം റൂറൽ ഏരിയകളിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിപ്പിക്കാം, ദെൻ സെയിലബിൾ ആർട്ടിക്കിൾസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ സെൽഫ് റിലയൻസ്, സാധാരണക്കാരായ ആളുകൾക്ക് സ്വയം പര്യാപ്തത വരുത്താൻ വേണ്ടി അവർക്കൊരു റൂറൽ കമ്മ്യൂണിറ്റി സ്പിരിറ്റ്, അവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് വർദ്ധിപ്പിക്കുക, അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അവരുടെ ഒരു ഇൻകം ഉറപ്പുവരുത്താൻ വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് KVIC. പിന്നെ ഈ MSMEയുടെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കൊയർ ബോർഡ്. കയർ നിർമ്മാണം, ചകിരി നാരുകൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റുകളും റോപ്പും ചവിട്ടികളും എല്ലാം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികൾ ഉണ്ടായിരിക്കും, അവരുടെ ചെറിയ ചെറിയ യൂണിറ്റുകൾ. അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി സ്റ്റേറ്റ് ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് കൊയർ ബോർഡ്. കൊയർ ബോർഡും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കൊയർ ഇൻഡസ്ട്രി ആക്ട് 1953, 1953 ആ നിയമം വന്നിട്ടുള്ളത്. അതിന് കീഴിലാണ് കൊയർ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ കൊച്ചിയിലാണ്. കാരണം കയർ ഉൽപ്പന്നങ്ങൾ മൊത്തം ലോകത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഏകദേശം മോർ ദാൻ 80% ടോട്ടൽ ഗ്ലോബൽ കൊയർ ഫൈബർ, ചകിരിനാരുകൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ്. അപ്പൊ ആ മേഖലയുടെ പ്രവർത്തനം, അതായത് അതിന്റെ ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തുക. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കൊയറാണ്, ചകിരിനാരുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൊസൈറ്റികളുടെ ഡെവലപ്മെന്റ്. ദെൻ അവരുടെ എക്സ്പോർട്ട്, ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ദെൻ അവരുടെ വർക്കേഴ്സ്, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വർക്കേഴ്സിന്റെ
ജീവിത നിലവാരം ഉയർത്തുക. കാരണം ഈ തൊണ്ട കഴുകാനിട്ടിട്ടൊക്കെയാണ് അതിൽ നിന്ന് ഫൈബേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയെല്ലാം നമ്മളുടെ കൊയർ ബോർഡിന് കീഴിലുള്ള സൊസൈറ്റികൾ മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ വേറൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് NSIC ആണ്. NSIC എന്ന് പറയുമ്പോൾ നാഷണൽ സ്മാൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. NSIC Limited is an ISO 9000-2015 certified Government of India enterprise ആണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് MSMEക്ക് കീഴിൽ തന്നെയാണ് രൂപീകരിച്ചിട്ടുള്ളത്. അത് 8 ടെക്നിക്കൽ സെന്റേഴ്സിലൂടെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിലുടനീളം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ്, അവർക്ക് വേണ്ട മാർക്കറ്റിംഗ് ആണെങ്കിലും ഫിനാൻസിങ് ആണെങ്കിലും ടെക്നോളജി അസിസ്റ്റൻസ് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ MSMEയിലുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതാണ് NSICയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് MGIRI, അതായത് മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്രാമീണ മേഖലയിലെ വ്യവസായവൽക്കരണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ജവഹർലാൽ ബജാജ് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, JBCRI. വർദ്ധയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. അത് റീഡിസൈൻ ചെയ്ത് 2008 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആക്കി മാറ്റി. പിന്നീട് അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായി. പിന്നെ മിനിസ്ട്രി ഓഫ് MSMEക്ക് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റിയപ്പോൾ ഇന്ന് അതിൻ്റെ പേര് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ, ഗ്രാമീണ മേഖലയിലെ വ്യവസായവൽക്കരണത്തിന്. ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് 6 സെക്ഷൻസിലൂടെയാണ്, 6 വകുപ്പുകളിലൂടെ. ഏതൊക്കെയാണ് 6 കെമിക്കൽ ഇൻഡസ്ട്രി ഡിവിഷൻ, ഖാദി ആൻഡ് ടെക്സ്റ്റൈൽ ഡിവിഷൻ, ബയോ പ്രോസസിംഗ് ആൻഡ് ഹെർബൽ ഡിവിഷൻ, റൂറൽ എനർജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ, റൂറൽ ക്രാഫ്റ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിവിഷൻ ആൻഡ് മാനേജ്മെന്റ് ആൻഡ് സിസ്റ്റം ഡിവിഷൻ. അങ്ങനെ 6 ഡിവിഷനുകളിലൂടെയാണ് നമ്മുടെ MGIRI അവരുടെ പ്രോഗ്രാമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം, അവർക്കൊരു പ്രൊഫഷണൽസ് ആക്കി അവരെ വളർത്തിയെടുക്കുക, ഗ്രാമസ്വരാജ് എന്നുള്ള കൺസെപ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുക, ട്രഡീഷണൽ ആർട്ടിസാൻസിനെ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ ഇന്നോവേറ്റീവ് ഐഡിയാസ് അവരുടെ ആ പ്രവർത്തന മേഖലയിൽ പരീക്ഷിക്കാനുള്ള ധൈര്യം കൊടുക്കുക, ഈ മേഖലയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുക. അതൊക്കെയാണ് നമ്മുടെ MGIRIയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. പിന്നെ വരുന്നത് NIMSME ആണ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ്. നാഷണൽ ലെവലിൽ MSMEയെ കുറിച്ചിട്ട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുക. അതിനൊക്കെ വേണ്ടി 1960 ന്യൂഡൽഹിയിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലോടുകൂടി 1962 പ്രവർത്തിക്കാൻ തുടങ്ങി. അത് ഷിഫ്റ്റ് ചെയ്തു എവിടേക്ക്? ഹൈദരാബാദിലേക്ക്. ഡൽഹിയിലാണ് അത് രൂപീകരിച്ചത്, പിന്നീട് അത് ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ രജിസ്റ്റർ ചെയ്തപ്പോൾ അതൊരു സൊസൈറ്റി സംഘമായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്, സ്മാൾ ഇൻഡസ്ട്രി എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ MSMED ആക്ട് 2006 പാസ്സാക്കിയതിന് ശേഷം നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റീഡിസൈൻ ചെയ്താണ് NIMSME ആക്കി മാറ്റിയത്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് MSMEക്ക് ആവശ്യമുള്ള ട്രെയിനിങ്, അവിടെയുള്ള ട്രെയിനേഴ്സിന് ട്രെയിനിങ് കൊടുക്കാം. പിന്നെ ട്രെയിനിങ് ഓൺ ന്യൂ ഏരിയാസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, പുതിയ പുതിയ സാങ്കേതിക വിപ്ലവങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് MSME സെക്ടറിലുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുക. പിന്നെ കോൺഫറൻസുകളും സെമിനാറുകളും കണ്ടക്ട് ചെയ്യുക, നീഡ് ബേസ്ഡ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക, ക്ലയന്റ് ഓറിയന്റഡ് അപ്രോച്ച്, ഇന്നോവേഷൻസ് ഒക്കെ നടത്തുക. പിന്നെ പ്രോഗ്രാമുകളുടെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക, റിസർച്ച് പബ്ലിക്കേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്.
ഈ സ്ഥാപനങ്ങൾക്കെല്ലാം പുറമെ ടെക്നോളജി സെന്റേഴ്സും MSMEയുടെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഇതിനെ ആദ്യം നമ്മൾ വിളിച്ചിരുന്നത്, ടെക്നോളജി സെന്റേഴ്സിനെ ആദ്യം അറിയപ്പെട്ടിരുന്നത് ടൂൾ റൂംസ് എന്നായിരുന്നു. പിന്നീട് ടെക്നിക്കൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് എന്നൊക്കെ പറയാൻ തുടങ്ങി. മിനിസ്ട്രി ഓഫ് MSME ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ അതിനെ എന്താക്കി മാറ്റി? ടെക്നോളജി സെന്റേഴ്സ്. അതിലൂടെ 2 ലക്ഷത്തോളം പേർക്കാണ് ഓരോ വർഷവും ട്രെയിനിങ് നൽകുന്നത്. ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഏകദേശം 18ഓളം ടെക്നോളജി സെന്റേഴ്സ് ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 10 എണ്ണം എന്തിനു വേണ്ടിയാണ്? ടൂളിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയും ബാക്കി 8 എണ്ണം അതർ ഇൻഡസ്ട്രീസ്, മറ്റ് ഇൻഡസ്ട്രീസിന് വേണ്ടി. അതിൽ ഏതൊക്കെ വരും? ഇലക്ട്രോണിക്സ്, സിസ്റ്റം ഡിസൈൻ, മാനുഫാക്ചറിങ്. അതാണ് ESDM. മറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഗ്ലാസ്, ഫുഡ്വെയർ ആൻഡ് ഫ്രാഗ്രൻസ് ആൻഡ് ഫ്ലേവർ. അപ്പോൾ മൊത്തത്തിലുള്ള ഇൻഡസ്ട്രീസിനും ആവശ്യമായ സഹായങ്ങൾ നൽകാൻ വേണ്ടിയാണ് ടെക്നോളജി സെന്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന MSMEകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം അവരുടെ പ്രോഗ്രാംസിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മേജർ പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ് ടു ഹെൽപ്പ് MSME. നമ്മൾ MSME ഡെവലപ്മെൻറ്റ് ആക്ടിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെയൊക്കെ ഡയറക്ഷനിൽ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നത്? മിനിസ്ട്രി ഓഫ് MSMEക്ക് കീഴിൽ എന്തെല്ലാം പ്രോഗ്രാമുകളാണ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രധാനമായും നമ്മൾ ഈ പ്രോഗ്രാമുകളെല്ലാം എയിം ചെയ്യുന്നത് MSME സെക്ടറിൻ്റെ ക്രെഡിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അവരുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, അവിടെ സ്കില്ല് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ, ദെൻ മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്, ടെക്നോളജിക്കൽ ആൻഡ് ക്വാളിറ്റി അപ്ഗ്രഡേഷൻ, അതർ സർവീസസ്. ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യാനാണ് ഗവൺമെൻറ് പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് ഏകദേശം 37 പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 37 പ്രോഗ്രാമുകളെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് എന്ത് പ്രോഗ്രാമാണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്. അതിൽ ഒന്നാമത്തെ പ്രോഗ്രാം PMEGP ആണ്, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് സ്കീമുകളാണ് ഏറ്റവും ആദ്യം പറയുന്നത്. എന്തൊക്കെ സ്കീമുകളിലാണ് ക്രെഡിറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതൊന്ന് പ്രധാനമന്ത്രിയുടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. അത് എവിടെയൊക്കെയാണ്? സസ്റ്റൈനബിൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ആൻഡ് അർബൻ സെറ്റിങ്സ്. രണ്ടാമത്തെ സ്കീം എന്ന് പറയുന്നത് ലോൺ ഫോർ അപ്ഗ്രഡേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് PMGP ഓർ മുദ്ര യൂണിറ്റ്. അതായത് സെക്കൻഡ് ലോണാണ്. ആദ്യം നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് PMGPയിൽ ലോൺ കൊടുക്കും. ദെൻ അവർക്ക് അപ്ഗ്രഡേഷൻ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. മൂന്നാമതായി പറയുന്നത് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ മൈക്രോ ആൻഡ് സ്മാൾ എൻ്റർപ്രൈസസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? കൊലാറ്ററൽ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഗ്യാരണ്ടി ഇല്ലാതെ, നമ്മൾ സെക്യൂരിറ്റി കൊടുത്താലേ സാധാരണ ലോൺ കിട്ടുള്ളൂ, അങ്ങനെയുള്ള സെക്യൂരിറ്റി ഒന്നുമില്ലാതെ, ആൾജാമ്യം ഒന്നുമില്ലാതെ MSME സെക്ടറിന് ലോണ് കിട്ടാൻ വേണ്ടിയുള്ള ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ നാലാമതായി പറയുന്നത് ഇൻട്രസ്റ്റ് സബ്സിഡി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. ഇവർക്ക് പലിശയിൽ എന്ത് ചെയ്തു കൊടുക്കുന്നു? ഇളവുകൾ ചെയ്തു കൊടുക്കുന്നു. കൺസെഷണൽ ലോണാണ്. ആർക്കൊക്കെയാ? ഖാദി പ്രോഗ്രാംസ് കണ്ടക്റ്റഡ് ബൈ ഖാദി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇത്രയും ക്രെഡിറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമുകളും ക്രെഡിറ്റ് സപ്പോർട്ട് സ്കീമുകളും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇനി മാർക്കറ്റിംഗ് പ്രൊമോഷന് വേണ്ടി എന്തൊക്കെ സ്കീമുകളാണ് ചെയ്തു കൊടുക്കുന്നത്? പ്രൊക്യൂർമെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് സപ്പോർട്ട് സ്കീം. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് പുതിയ പുതിയ മാർക്കറ്റ് ആക്സസ് ലഭിക്കാനും അവർക്ക് അതായത് ട്രേഡ് ഫെയറുകളെ കുറിച്ചും ഗ്ലോബൽ ഡിജിറ്റൽ അഡ്വർടൈസിങ്ങിനെ കുറിച്ചും മാർക്കറ്റിങ്ങിനെ കുറിച്ചുമൊക്കെ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പ്രോഗ്രാം. ആറാമതായിട്ട് ഇൻ്റർനാഷണൽ കോ ഓപ്പറേഷൻ സ്കീമാണ് IC. അതെന്തിനാണ്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇംപ്രൂവ് എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇൻ്റർനാഷണൽ ബിസിനസ് നെറ്റ്വർക്കിൽ. പിന്നെ ഏഴാമതായി മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് സ്കീം. നമ്മളുടെ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കുക? പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു പാർട്ടിസിപ്പൻസ് ഓർ ഓർഗനൈസേഴ്സ് ഓഫ് എക്സിബിഷൻ ആൻഡ് ട്രേഡ് ഫെയർ. വ്യാപാര മേളകളൊക്കെ നടത്തുന്നവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്.
പിന്നെ ഇനി ഖാദി വില്ലേജ് ആൻഡ് കൊയർ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകളാണ്. ഒന്ന്, സ്കീം ഓഫ് ഫണ്ട് ഫോർ റീജനറേഷൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, പരമ്പരാഗത വ്യവസായങ്ങൾ പുനരുദ്ധരിക്കുക എന്നൊക്കെ പറയില്ലേ, റീജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീം. പിന്നെ കൊയർ ഇൻഡസ്ട്രി ടെക്നോളജി അപ്ഗ്രഡേഷൻ സ്കീം, കയർ വ്യവസായത്തിൽ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ മെഷീനറി വാങ്ങിക്കാനോ ഒക്കെയുള്ള സ്കീമുകൾ. സ്കിൽ അപ്ഗ്രഡേഷൻ ആൻഡ് മഹിളാ കൊയർ യോജന, അവരുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കാൻ അവർക്ക് ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക റൂറൽ വിമൻസിന്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ കൊയർ സ്കീം, അവർക്ക് പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇൻക്യുബേഷനും ടെക്നോളജി ട്രാൻസ്ഫറും ഒക്കെ. ഡൊമസ്റ്റിക് മാർക്കറ്റ് പ്രൊമോഷൻ DMP, അവർക്ക് കൊയർ മാർക്കറ്റിങ്ങിൽ സെയിൽസ് ഡിപ്പോകൾ, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ട്രേഡ് ഫെയേഴ്സ്, അതിനൊക്കെ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ദെൻ എക്സ്പോർട്ട് മാർക്കറ്റ് പ്രൊമോഷൻ, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള സ്കീം. വെൽഫെയർ മെഷേഴ്സ്, അവിടെയുള്ള തൊഴിലാളികൾക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന PMSBY, അവർക്ക് ഇൻഷുറൻസ് സ്കീമാണ്, അതിൻ്റെ കീഴിൽ കൊയർ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി. പിന്നെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി റിലേറ്റഡ് ഫങ്ഷണൽ സപ്പോർട്ട് സർവീസ്, അവർക്ക് അവരുടെ ഓവറാൾ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊയർ ഇൻഡസ്ട്രിയുടെ. പിന്നെ വരുന്നത് വർക്ക്ഷെഡ് സ്കീം ഫോർ ഖാദി ആർട്ടിസാൻ, ഖാദി ആർട്ടിസാൻസിന് അവർക്ക് നൂൽക്കലും തുണി നെയ്ത്തൊക്കെ ഉണ്ടാവും, സ്പിന്നേഴ്സ് ആൻഡ് വീവേഴ്സ്, അവർക്ക് വർക്കിംഗ് എൻവയോൺമെൻറ്റ്, തൊഴിലന്തരീക്ഷം നല്ലത് സൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടി വർക്ക്ഷെഡ് സ്കീം എന്നാണ് പേര്. പിന്നെ റോസ്ഗാർ യുക്ത് ഗോൺ, അത് സസ്റ്റൈനബിൾ ആൻഡ് സെൽഫ് റിലയൻറ്റ് ഖാദി ബേസ്ഡ് എൻ്റർപ്രൈസസിന് വേണ്ടിയാണ്. ഡിസഡ്വാൻറ്റേജസ് വില്ലേജസ് ഒക്കെ ഉണ്ടാവും അവർക്ക്. പിന്നെ പോട്ടറി ആക്ടിവിറ്റി അണ്ടർ ഗ്രാമോദ്യോഗ് വികാസ് യോജന സ്കീം, പാത്രനിർമ്മാണ തൊഴിലാളികൾക്ക്. ദെൻ ബീ കീപ്പിംഗ് ആക്ടിവിറ്റി അണ്ടർ ഗ്രാമോദ്യോഗ് വികാസ് യോജന, തേനീച്ച വളർത്തൽ കർഷകരെ സഹായിക്കാനുള്ള സ്കീമുകൾ. അഗർബത്തി മേക്കിംഗ്, ചന്ദനത്തിരി നിർമ്മാണം, അതും GVYയിലാണ്, ഗ്രാമോദ്യോഗ് വികാസ് യോജന. സപ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് അഗർബത്തി ആർട്ടിസൻ. പിന്നെ ടെക്നോളജി അപ്ഗ്രഡേഷൻ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിൽ വന്നിരുന്നതാണ് കൊയർ ആൻഡ് ഖാദി. പിന്നെ വരുന്നത് സാങ്കേതിക വിദ്യ അപ്ഗ്രേഡ് ചെയ്യാനും ക്വാളിറ്റി സർട്ടിഫിക്കേഷനും, അതിനുവേണ്ടി ആസ്പയർ, ഇത് നമ്മൾ ഇതിൻ്റെ മുന്നേയും പറഞ്ഞതാണ്, പ്രൊമോഷൻ ഓഫ് ഇന്നോവേഷൻ റൂറൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ദെൻ SCD സർട്ടിഫിക്കേഷൻ, സീറോ ഡിഫക്റ്റ് ആൻഡ് സീറോ എഫക്റ്റ്, ആ പ്രാക്ടീസസ്. പിന്നെ ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി കോമ്പോണൻ്റ്, അതിൽ 1 കോടി, അതിൻ്റെ അപ് ടു ഫിനാൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് അപ് ടു 1 crore ആണ്. പിന്നെ ലീൻ മാനുഫാക്ചറിങ് കോമ്പറ്റേറ്റീവ്നെസ് ഫോർ MSME, അവർക്ക് എന്ത് ചെയ്യുക, ഫിനാൻസ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലീൻ മാനുഫാക്ചറിങ് ടെക്നിക്സ്. പിന്നെ ഡിസൈൻ ക്ലിനിക് ഫോർ ഡിസൈൻ എക്സ്പെർട്ടൈസ് ടു MSME, ഡിജിറ്റൽ MSME, ഓൺട്രപ്രണറിയൽ ആൻഡ് മാനേജീരിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് സ്മാൾ മീഡിയം എൻ്റർപ്രൈസസ് ആണ് ത്രൂ ഇൻക്യുബേറ്റേഴ്സ്. പിന്നെ അവെയർനെസ് ഓൺ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇതിലെല്ലാം നമ്മൾ MSMEക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ മാർക്കറ്റിംഗ് സപ്പോർട്ട്, അസിസ്റ്റൻസ് ടു MSME, ബാർകോഡ്, അതായത് സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യാം, റീഇംബേഴ്സിങ് രജിസ്ട്രേഷൻ ഫീസ്, ബാർകോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീസിൻ്റെ റീഇംബേഴ്സ്മെൻ്റ് ഒക്കെ നടത്തുക. ദെൻ ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അപ്ഗ്രഡേഷൻ സപ്പോർട്ട്, അവരുടെ സാങ്കേതിക വിദ്യയിലും അവരുപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയൊക്കെ അപ്ഗ്രഡേഷൻ നടത്താൻ. ദെൻ എനേബിളിംഗ് മാനുഫാക്ചറിങ് സെക്ടർ ടു ബി കോമ്പറ്റേറ്റീവ് ത്രൂ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി ടെക്നോളജി ടൂൾസ്, ഇത്രയും സൗകര്യങ്ങൾ സ്കീമുകളിലൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, 2 പ്രോഗ്രാമാണ് വരുന്നത്. അതിൽ ESDP സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സ്കീമാണ്. അത് എന്തിനു വേണ്ടിയാണ്, പുതിയ എൻ്റർപ്രൈസുകൾ രൂപീകരിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക. പിന്നെ അസിസ്റ്റൻസ് ടു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ATI സ്കീം, അത് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അസിസ്റ്റൻസ് സപ്പോർട്ട് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
പിന്നെ ലാസ്റ്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സ്കീമുകളാണ്. ഒന്ന് MSc-CDP, അതായത് മൈക്രോ സ്മാൾ എൻ്റർപ്രൈസിന് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറൽ വർദ്ധിപ്പിക്കുക എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ. പിന്നെ വരുന്നത് മറ്റ് സർവീസുകളിൽ നാഷണൽ SC/ST ഹബ്ബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഓൺട്രപ്രണേഴ്സിന് പ്രൊഫഷണൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നാഷണൽ SC/ST ഹബ്ബ്. പിന്നെ സ്കീം ഫോർ സർവേ സ്റ്റഡി ആൻഡ് പോളിസി റിസർച്ച്, MSMEകളെ കുറിച്ചും അവരുടെ പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, സ്റ്റഡി ചെയ്യുക, അതിനൊക്കെ വേണ്ടിയുള്ള പ്രോഗ്രാം. ദെൻ സ്കീം ഓഫ് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IEC, അതെന്തിനു വേണ്ടിയാണ്? ടു പബ്ലിസൈസ് ഡിഫറെൻറ്റ് സ്കീംസ് ദാറ്റ് മിനിസ്ട്രി റൺസ് ഇൻ ഓർഡർ ടു എൻകറേജ് MSMEയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രോഗ്രാമുകളാണ് മിനിസ്ട്രി ഇറക്കുന്നത് അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള പ്രോഗ്രാമാണ് IEC. അങ്ങനെ ഇതിലിപ്പോൾ നമ്മൾ ഏകദേശം 37ഓളം സ്കീമുകൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് കൂടുതൽ റെഫറൻസ് വേണമെങ്കിൽ MSMEയുടെ ബുക്ക് ഉണ്ട്, അത് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഡിഫറെൻറ്റ് പ്രോഗ്രാംസിലൂടെ ഇന്ത്യൻ ഗവൺമെൻറ് MSME സെക്ടറിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റീസെൻറ്റ് സ്കീംസ് നമ്മൾ പറഞ്ഞു. MSME ഡെവലപ്മെൻറ്റ് ആക്ട് വന്നതിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് ഒരുപാട് സ്കീമുകളിലൂടെ MSME സെക്ടറിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ആണ് ഇന്ന് നോക്കുന്നത്. റീസെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ബൈ ഗവൺമെൻറ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് MSME. അതിൽ പ്രധാനമായി വരുന്നത് ഉദ്യം രജിസ്ട്രേഷൻ, മൈ MSME ഡാറ്റാ ബാങ്ക്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഗ്രീവൻസ് മോണിറ്ററിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം ഏറ്റവും പ്രധാനമായിട്ട് ഡിജിറ്റലൈസേഷൻ, ഏറ്റവും കൂടുതൽ ഓൺലൈൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് ഉദ്യം രജിസ്ട്രേഷനാണ്. നമ്മൾ ഇതിൻ്റെ മുന്നേ ഒന്ന് പറഞ്ഞതാണ്. EM1, EM2 എന്നൊക്കെ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഉദ്യം ആധാർ ഫയൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ കോസ്റ്റ് രജിസ്ട്രേഷൻ പോർട്ടലാണ്. യാതൊരു ചെലവുമില്ലാതെ നമ്മൾക്ക് എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം. എക്സിസ്റ്റിംഗ് ആൻഡ് പ്രോസ്പെക്റ്റീവ് എൻ്റർപ്രണേഴ്സ് മേ ഫയൽ ഉദ്യം രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് നിലവിലുള്ളതോ പുതിയതോ ആയ ഓൺട്രപ്രണേഴ്സിന് അവരുടെ ഇൻഡസ്ട്രി, അവരുടെ എൻ്റർപ്രൈസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സൗകര്യം സീറോ കോസ്റ്റ് രജിസ്ട്രേഷൻ പോർട്ടലാണ് ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ലെങ്തി രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഒന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളത് മൈ MSME ആണ്. എൻ്റർപ്രണേഴ്സിന് അവരുടെ എൻ്റർപ്രൈസുകളെ കുറിച്ചിട്ടുള്ള ഇൻ ഓർഡർ ടു മേക്ക് അവൈലബിൾ സ്കീം ആൻഡ് പ്രോഗ്രാം, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കീമുകൾ ഏതൊക്കെയാണ്. പിന്നെ ഓഫീസ് ഓഫ് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ അവർ ലോഞ്ച് ചെയ്തതാണ് ഈ ഒരു പ്രോഗ്രാം. അതൊരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ്, ഒരു മൊഡ്യൂൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മൈ MSME. ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം മൊബൈൽ ആപ്ലിക്കേഷൻ. നമ്മൾക്കത് മൊബൈൽ ആപ്പായിട്ട് ഉപയോഗിക്കാം. പിന്നെ MSME ഡാറ്റാ ബാങ്കാണ്. നമ്മൾക്ക് ആവശ്യമുള്ള ഡാറ്റ എല്ലാം കളക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടലാണ് www.msmedatabank.in. അതിൻ്റെ സർവീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഓൺലൈൻ ഡാറ്റാ ബേസ് ഉപയോഗിച്ച് നമ്മൾക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. പിന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. മിനിസ്ട്രി ഓഫ് MSMEയുടെ കീഴിലുള്ളതാണ്. സബ്സിഡി സ്കീമുകൾ, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇംപ്രൂവ് ഡെലിവറി ബൈ ഓട്ടോമാറ്റിംഗ് എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ, എല്ലാത്തിലും ഓട്ടോമേഷൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ ഗ്രീവൻസ് മോണിറ്ററിംഗ് ആണ്. MSMEക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിലേഡ് പേയ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെയുള്ള പരാതികൾ പരിഹരിച്ചു കൊടുക്കുന്നു. ഈ സമാധാൻ, അതാണ് അതിൻ്റെ പ്രോഗ്രാം. പിന്നെ ജോബ് പോർട്ടലാണ്. MSMEയിലുള്ള ആളുകൾക്ക് അവർക്ക് കൃത്യമായി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജോബ് പോർട്ടൽ, അതിൻ്റെ പേരാണ് MSME സമ്പർക്ക്. ആവശ്യമുള്ളവർക്ക് അതെന്ത് ചെയ്താൽ മതി? ജോബ് സീക്കേഴ്സിന്, അപ്പോൾ ഗ്രാജുവേറ്റ് ട്രെയിനീസൊക്കെ ഉണ്ടായിരിക്കും, MSME ടെക്നോളജി സെൻറ്ററിലുള്ള സ്റ്റുഡൻസൊക്കെ, അവർക്ക് ജോലിയുടെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കയറി സെർച്ച് ചെയ്താൽ മതി, MSME സമ്പർക്ക്. പിന്നെ വരുന്നത് ചാമ്പ്യൻസ് പോർട്ടലാണ്. ചാമ്പ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേഷൻ ആൻഡ് ഹാർമോണിയസ് ആപ്ലിക്കേഷൻ ഓഫ് മോഡേൺ പ്രോസസ്സസ് ഫോർ ഇൻക്രീസിങ് ഔട്ട്പുട്ട് ആൻഡ് നാഷണൽ സ്ട്രെങ്ത്. അതാണ് ചാമ്പ്യൻസ്.
അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പോർട്ടൽ 2020 ജൂൺ 1 മുതലാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ICT ബേസ്ഡ് ടെക്നോളജിക്കൽ സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയാ? സ്മാളർ ഓർഗനൈസേഷൻസിനെ സഹായിക്കാൻ വേണ്ടി. പിന്നെ വരുന്നത് സ്കിൽ ട്രെയിനിങ് എക്കോസിസ്റ്റം ഓഫ് മിനിസ്ട്രി ഓഫ് MSME. മിനിസ്ട്രി ഓഫ് MSMEയുടെ കീഴിലുള്ള സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പം നാഷണൽ ലെവലിൽ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് NSQF ഉണ്ട്, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് MSDE ഉണ്ട്. പിന്നെ സ്കിൽ ട്രെയിനിങ് ഓഫ് മിനിസ്ട്രി ആർ റിപ്പോർട്ടഡ് ടു മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് MSDEയിലേക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവരെല്ലാം MSMEക്ക് വേണ്ടി ട്രെയിനിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ വരുന്നത് ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ് ആണ്, ഇലക്ട്രോണിക് മാർക്കറ്റ് ഫെസിലിറ്റി. അതെന്താ? ഓൺലൈൻ പോർട്ടലാണ്. MSMEയുടെ സെയിൽസിന്, അതായത് ഗവൺമെൻറ് ഒഫീഷ്യൽസിനോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കോ ഏജൻസികൾക്കോ ഒക്കെ MSMEയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള സൗകര്യം പ്രൊവൈഡ് ചെയ്യാം. ഇൻ ഓർഡർ ടു എൻകറേജ് MSME ടു രജിസ്റ്റർ ഓൺ GEM പോർട്ടൽ. അപ്പോൾ ഗവൺമെൻറ് മാർക്കറ്റിൽ MSMEകൾക്ക് രജിസ്റ്റർ ചെയ്യാം. അവരുടെ പ്രോഡക്റ്റുകൾ ഗവൺമെൻറ് ഒഫീഷ്യൽസോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസീസോ വാങ്ങിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്കീമുകളിലൂടെ ഗവൺമെൻറ് ഇവരെ എംപവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള MSME ഇന്ത്യയെ പോലെയുള്ള ഇക്കോണമിയിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ഏരിയയിൽ എന്തെല്ലാം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനാണ് ഇത് കാരണമാകുന്നത്? ഏറ്റവും ആദ്യമായി പറയുന്നത് ടു പ്രൊമോട്ട് എൻ്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റീസ്. പുതിയ പുതിയ സംരംഭകർക്ക് ഒരുപാട് അവസരങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. എന്തെങ്കിലും പുതിയൊരു ആശയവുമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടംപോലെ സ്കീമുകളിലൂടെ സഹായം കിട്ടുന്നുണ്ട്. ദെൻ ഇറ്റ് പ്രൊമോട്ട്സ് ഓൺട്രപ്രണറിയൽ കൾച്ചർ. നല്ല രീതിയിൽ, അപ്പോൾ നമ്മൾ ഡാറ്റാ ബാങ്ക് ഒക്കെ പറഞ്ഞു, അതിലൊക്കെ ഇഷ്ടംപോലെ സക്സസ്ഫുള്ളായ ഓൺട്രപ്രണേഴ്സിൻ്റെ സ്റ്റോറിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള ടെക്നോളജിയും ഫിനാൻസും ഡാറ്റയും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു സംരംഭക സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ രൂപീകരിക്കാൻ MSMEക്ക് കഴിയുന്നുണ്ട്. ദെൻ കൊമേഴ്സ്യലൈസ് ഇൻവെൻഷൻസ്. പലപ്പോഴും പല പ്രോഡക്റ്റുകളും ഒന്നോ രണ്ടോ വ്യക്തികളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കണ്ടുപിടിക്കുക, ഏതെങ്കിലും ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും. പക്ഷേ ആ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെടുമ്പോഴാണ് എല്ലാവർക്കും അതിൻ്റെ സേവനം ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഗ്രഹാം ബെൽ ഫോൺ കണ്ടുപിടിച്ച സമയത്ത് 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഫോൺ കണ്ടുപിടിച്ചത്. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിനുള്ള ഒരു ഉപകരണമാക്കി വെക്കുകയല്ല ചെയ്തത്. ഇന്ന് എത്രയോ കമ്പനികൾ അതിൽ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു, പുതിയ ഇന്നോവേറ്റീവ് ഫോംസിലേക്ക് അതിനെ മാറ്റുന്നു, നമ്മൾക്ക് ഏറ്റവും കൺവീനിയൻ്റായി ഉപയോഗിക്കാനുള്ള ഫീച്ചേഴ്സ് അവർ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ കൊമേഴ്സ്യലൈസേഷൻ നടന്നു കഴിയുമ്പോൾ പലതരം പ്രോഡക്റ്റുകളിലും ഒരുപാട് ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ദെൻ ഇറ്റ് എൻകറേജസ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ഇന്നോവേഷൻ. പുതിയ പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കാനും അതിനെ ഉപയോഗിക്കാനും പ്രോത്സാഹിപ്പിക്കാനും MSME പ്രോഗ്രാമുകളിലൂടെ കഴിയുന്നുണ്ട്. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ആൻഡ് കോംപ്ലിമെൻറ്റ് ലാർജ് ഇൻഡസ്ട്രീസ്. ഒരുപാട് വലിയ വ്യവസായ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് ഇത്തരം ചെറിയ ചെറിയ സ്ഥാപനങ്ങളുടെ പ്രോഡക്ട്സ് ഉപയോഗിച്ചും ഇവരുടെ സർവീസ് ഉപയോഗിച്ചുമൊക്കെയാണ്. ദെൻ ലാസ്റ്റിൽ പറയുന്നത് ഇറ്റ് ബൂസ്റ്റ് ഇൻ സർവീസ് സെക്ടർ. സർവീസ് സെക്ടറിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് MSME പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് നൈപുണ്യമുള്ള ആളുകൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ആ പ്രവർത്തന ശേഷി, ആ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എല്ലാ സേവനങ്ങളും MSME സെക്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ സർവീസ് സെക്ടറിലും ഈ MSME നല്ലൊരു ബൂസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺട്രപ്രണറിയൽ കൾച്ചർ വികസിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് MSME എന്താണ്, മിനിസ്ട്രി ഓഫ് MSME എന്താണ്, MSME ഡെവലപ്മെൻറ്റ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, റീസെൻറ്റ് സ്കീമുകൾ എന്തൊക്കെ സ്കീമുകളിലൂടെ 37 സ്കീമുകൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എങ്ങനെയാണ് MSME സെക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ കൺട്രോളിംഗ് അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഒരു സ്റ്റേറ്റിലെ MSME സെക്ടറിനെ നിയന്ത്രിക്കുന്നത് അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ്. വ്യത്യസ്തമായ ഏജൻസികളുടെയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കോർഡിനേഷനോടുകൂടിയാണ് MSME സെക്ടറിൻ്റെ പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്.